പക്ഷെ ഇവിടെ ഭാഗവത സപ്താഹം നടക്കുന്നൊരു സ്ഥലത്ത് നമ്മളേറെ ചിന്തിക്കേണ്ടുന്നത് ഇതിനൊന്നുമല്ല. മരണം ഏത് നിമിഷവും നമ്മുടെ അടുത്ത് വരാം, ഏത് രൂപത്തിലും വരാം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? മരണത്തെ മറികടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മരണമില്ല, സത്യത്തിൽ ഞാൻ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല, ഇതൊക്കെ എനിക്ക് തോന്നലാണ് എന്ന ഒരു പൂർണ്ണ ബോധം ജന്മം കൊണ്ട് നേടിയെടുക്കണം. ജീവിച്ചാൽ മാത്രം പോരാ, ബോധപൂർവം ജീവിക്കണം. അതിനുള്ളൊരു തത്വവിചാരവേദിയായിട്ടാണ് ഭാഗവത സപ്താഹ യജ്ഞവേദികൾ മാറേണ്ടത്. ചിലയിടത്ത് അങ്ങനെയൊന്നുമല്ല. ചില സ്ഥലത്ത് പോകുമ്പോൾ അവർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെ നരസിംഹം അവതരിക്കുന്നതൊക്കെ കാണിക്കും. അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയേക്കാൾ നമുക്ക് വേണ്ടത് ഭാഗവതത്തിൻ്റെ തത്വം വിശദീകരിക്കുക എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ എപ്പോഴും പറയും, ഭാഗവതം, ഭക്തൻ, ഭഗവാൻ, ഈ മൂന്നും ഒന്നാണെന്ന് പറയും. അതായത് ഭക്തനെയും ഭാഗവതൻ എന്ന് പറയും. ഭാഗവതൻ ഭഗവാന് വേണ്ടി ജീവിക്കുന്നവനായതുകൊണ്ട് അവനെ ഭാഗവതൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭാഗവതവും ഭാഗവതനും, അതായത് ഭക്തനും ഭഗവാനും മൂന്നല്ല, ഒന്നു തന്നെയാണ്. യഥാർത്ഥ ഭക്തൻ അവൻ ഭാഗവതനാണ്. പണ്ടൊക്കെ പാട്ടുപാടി കച്ചേരി നടത്തി ജീവിക്കുന്നവരെ ഭാഗവതരെന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെന്നാണ് വിളിച്ചത്. കാരണം അവർ ഭഗവാന് വേണ്ടി മാത്രമേ പാടുള്ളൂ. ഭഗവാന്റെ സ്തുതികൾ, അത് പരമശിവനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഏത് ദേവതയാണെങ്കിലും ഈശ്വരസ്തുതി മാത്രമേ പണ്ട് പാടുന്നവരും പാടിയിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് എന്ത് പേര് വന്നു? ഭാഗവതർ എന്ന പേര് വന്നു. ഭഗവാന് വേണ്ടി പാടുന്നവരാണ്. അപ്പോൾ ഭാഗവതം, ഭക്തൻ, ഭഗവാൻ എന്നീ മൂന്നിനും ഭേദമില്ലെന്നാണ്. യഥാർത്ഥ ഭക്തൻ ഭഗവാന്റെ തന്നെ ഒരു രൂപമാണ്. പൂന്താനത്തെ പോലെ, കുചേലനെ പോലെ, പ്രഹ്ലാദ മഹാരാജിനെ പോലെയൊക്കെ ഭഗവാനെ നനച്ച് 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 ഓരോ രോമകൂപവും നാമം ജപിക്കുന്ന അവസ്ഥ, ശരീര ഉടലാകെ ഉണ്മയായി മാറുന്ന അവസ്ഥ, ഓരോ കോശവും നാമജപത്താൽ ആനന്ദിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു വളരെ ഉയർന്ന തലത്തിൽ എത്തുവാനാണ് ഭാഗവത ശ്രവണം വിധിച്ചിരിക്കുന്നത്. ഈ ഭാഗവതം കേൾക്കുക, ഒരു ആവർത്തിയെങ്കിലും കേൾക്കുക എന്നുള്ളത് പുണ്യപ്രവൃത്തിയായിട്ടാണ് കണ്ടുവരുന്നത്. ഭഗവാന്റെ അവതാര ലീലകളെ മുഴുവൻ വർണ്ണിക്കുന്നു ഭാഗവതം. അവതാര ലീലകളെ മാത്രമല്ല, ഉദ്ധവോപദേശത്തിലൂടെ ജീവിതത്തിൻ്റെ പരമതത്വത്തെയും കൂടെ അനാവരണം ചെയ്യുകയാണ് ഭാഗവതം. ആളുകൾക്ക് അവതാര ലീലകളും കഥകളൊക്കെ കേൾക്കാൻ വലിയ താല്പര്യമാണെങ്കിലും അവരിലാരും തന്നെ ഉദ്ധവോപദേശം വിശദമായി പറയുന്നില്ല. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് നേരെ വിപരീതമായ ഒരു ജീവിതചര്യയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒന്നും അധികമാവണ്ട എന്നൊരു ഭംഗിവാക്കിൽ ഭക്തിയെയും തളച്ചിട്ടിരിക്കുകയാണ്. നാമം കേൾക്കുമ്പോൾ, ഈശ്വരനാമം കേൾക്കുമ്പോൾ നമുക്ക് കണ്ണീര് വരില്ല, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി ജീവിക്കണമെന്ന് ചിന്തയില്ല. ഭാഗവത സപ്താഹത്തിന് വന്നാൽ പോലും സഹോദരങ്ങളുമായി വഴക്ക് അവസാനിപ്പിക്കുന്നില്ല. കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് അവൻ തോറ്റിട്ട് വേണം എനിക്ക് ആ സ്ഥലം കൈക്കലാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അയാൾ ഭാഗവത സമിതിയിലെ പ്രസിഡൻറ്റും ആയേക്കാം, അല്ലെങ്കിൽ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ കേൾക്കാൻ വന്നവരിൽ ആരെങ്കിലും ആവാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ സ്പർദ്ധയും ദ്വേഷവും ഒട്ടും പോവാതെ കുറി വരച്ച കള്ളന്മാരായിട്ട് മാറരുത് എന്നുകൂടിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ കുറി വരച്ച കള്ളൻ എന്ന് പറയാൻ കാരണം, നമ്മൾ ഏത് തത്വമാണോ കേൾക്കുന്നത്, ഏത് തത്വമാണോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ തത്വത്തിന് വിപരീതമായി ജീവിക്കരുത്. അത് വലിയ അപകടമാണ്. അദ്വൈതിയാണ് എന്ന് പറയുകയും മനുഷ്യരിൽ ജാതിഭേദം കാണുകയും ചെയ്താൽ അയാൾ അദ്വൈതി അല്ലല്ലോ. അദ്വൈതിയാണെന്ന് പറയുകയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്താൽ അവിടെ അദ്വൈതം എന്ന ആശയം തന്നെ തെറ്റായി പോവില്ലേ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട്, അല്ലെങ്കിൽ സകല ജീവജാലങ്ങളോടും കാണിക്കേണ്ടുന്നൊരു മൈത്രിയെപ്പറ്റി ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. സകല ജീവജാലങ്ങളോടും, അദ്വേഷ്ട സർവഭൂതാനാം, സകല ജീവജാലങ്ങളോടും, മനുഷ്യൻ മാത്രമല്ല, ഉണ്ടായിട്ടുള്ള എല്ലാറ്റിനോടും, വൃക്ഷങ്ങളോടും, നദികളോടും, മരങ്ങളോടും, മലകളോടും, നായയോടും, പൂച്ചയോടും, എല്ലാ ജീവിയോടും കരുണയുണ്ടാവണം, മൈത്രി ഉണ്ടാവണം. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ ഭക്തൻ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച്ച. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. ദർ ഷുഡ് ബി ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ നേച്ചർ. പ്രകൃതിയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം.
ഒരു മരം കണ്ടാൽ അത് വെട്ടി മുറിക്കാൻ നോക്കാതെ, അഥവാ മുറിക്കേണ്ട ഗതികേട് വന്നാൽ 9 മരം പകരം നട്ടുപിടിപ്പിക്കാനുള്ള ഒരു മൈത്രി മീൻസ് ഫ്രണ്ട്ഷിപ്പ്, പ്രകൃതിയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. എല്ലാവർക്കും ഭാഗവതം മതി, ആർക്കും ഗീത വേണ്ട. കാരണം ഗീതയിൽ മുഴുവൻ തത്വമാണ് പറയുന്നത്. ആ തത്വം കേട്ടാൽ അയ്യോ ഉറക്കം വരും, കണ്ണിൽ ഈർക്കിൽ വെക്കേണ്ട അവസ്ഥയാണ്. കഥകൾ കേൾക്കുമ്പോൾ കുറേ രസമുണ്ട്. കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആനന്ദമാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെയായിരിക്കും ഒരുപക്ഷെ ഭാഗവതം എഴുതപ്പെട്ടത്. അതായത് തത്വം കേൾക്കാൻ വിമുഖരായ ജനങ്ങളെ. പണ്ടൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് തരുമ്പോൾ മരുന്ന് മിക്കവാറും കയ്പായിരിക്കും. അപ്പോൾ കഷായമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര നാവിൽ തേച്ച് തരും, എന്നിട്ടാണ് കുടിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ അറിയാതെ കുടിച്ചോളും. ഇനി പാരസെറ്റമോൾ പോലത്തെ അതിനും കയ്പ് തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യുക? അതിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ച് തരും. അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്യുന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അസുഖം മാറണം, അതിന് മധുരം ചേർത്ത് തരികയാണ്. അപ്പോൾ അതുപോലെ ഗീതയിലെ തത്വത്തെ മധുരം ചേർത്ത് മധുരം പുരട്ടി അവതരിപ്പിക്കുകയാണ് ഭാഗവതം. ഇപ്പോൾ കുറേ കഥകൾ കേൾക്കാം, ഭഗവാന്റെ ബാല്യകാലത്തെ ലീലകൾ കേൾക്കാം, ബാല്യലീലകൾ കേൾക്കാം, ഭഗവാന്റെ അവതാര മഹിമകൾ കേൾക്കാം. ആ കഥകളിലൂടെ മനസ്സറിയാതെ സഞ്ചരിക്കുമ്പോൾ ഒളിപ്പിച്ചിരിക്കുന്ന തത്വം കൂടെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കും. അപ്പം നിത്യം ശ്രവണം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഭാഗവതനായി തീരാനുള്ള ഗുണങ്ങൾ കൈവരും എന്നാണ് പറയുക. പക്ഷേ ദേ ഷുഡ് ബി എ കോൺഷ്യസ് എഫർട്ട്. ഒരു വളരെ ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. വെറുതെ കേട്ടു ഒഴിവാക്കിയാൽ പോരാ. ഈ കോട്ടയം ജില്ലയിലൊക്കെ വരുമ്പോൾ അവർ സ്ഥിരമായിട്ട് പറയുന്നൊരു വാക്കാണ്, ഒരു പ്രഭാഷണമുണ്ട് കേട്ട് കളയാമെന്ന്. അത് കേട്ടിട്ട് കളയാമെന്ന്. പോകുന്നതിന് മുമ്പ് എടുക്കണ്ട, ആ വേദിയിൽ തന്നെ ഇട്ടിട്ട് പോകാമെന്നാണ്. അങ്ങനെ പറയും. നിങ്ങളുടെ നാട്ടുകാർ പറയുന്ന ആ ഭാഷ സാർത്ഥകമായാൽ നിങ്ങൾ തോറ്റു. ഈ ഗീതയിലും ഭാഗവത്തിലും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കളഞ്ഞിട്ട് കാര്യമില്ല, കേട്ട് ജീവിക്കണം. അപ്പോൾ ഒരു വിഷയമുള്ളത്, ഒരു മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണെങ്കിലും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും കൗടുംബികം എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ടും എത്ര നിസ്സഹായനാണെങ്കിലും ഈശ്വരസ്മരണ കൊണ്ട് ഫലമുണ്ട്. ഈശ്വരൻ്റെ ഏത് രൂപത്തെയും, യജമാനരപ്പനായിട്ടോ ഗുരുവായൂരപ്പനായിട്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ള രൂപത്തിൽ ഈശ്വരനെ ഭജിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഒരു മതമാണ്, ഒരു ധർമ്മമാണ് ഹിന്ദുധർമ്മം. മറ്റു മതങ്ങളിലെ പോലെ ഇതൊന്നു മാത്രമേ ഉള്ളൂ, ഇതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ ദേവതാവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരോ ഗുണവിശേഷങ്ങളനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നിനോടായിരിക്കും താല്പര്യം. അപ്പോൾ ആ ഗുണവിശേഷങ്ങളനുസരിച്ച് ഉപാസിച്ച് ഉയരാൻ വേണ്ടിയാണ് രാമനായാലും കൃഷ്ണനായാലും നരസിംഹമായാലും പരമശിവനായാലും കാളിയാണെങ്കിലും എല്ലാ ദേവതയും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോന്നിനോടാണ് താല്പര്യം തോന്നുക. അതിലൂടെ ഏകാഗ്രത മനസ്സിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിവിധ രൂപങ്ങൾ ഈശ്വരന് കൊടുത്തിരിക്കുന്നത്. ഈശ്വരന് വിവിധ രൂപങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഏത് രൂപം എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കിർ ജനാർദ്ദന. ജനാർദ്ദനായ മഹാവിഷ്ണു എല്ലാ ജീവജാലങ്ങളിലൂടെയും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നിട്ടുണ്ട്. മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും എല്ലാം അവതരിച്ചു. പൂർണ്ണ മനുഷ്യനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു. പൂർണ്ണാവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ. ഇതെല്ലാം അവതരിച്ച് കാണിച്ച് എന്തിനാണ്? സകല ജീവരാശികളിലും ഞാൻ അതിൻ്റെ ഏറ്റവും ഉത്തമമായത് ഞാൻ തന്നെയാണെന്ന് കാണിക്കും. ഇത് ഗീതയിലെ 10ാമത്തെ അധ്യായം വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഇന്നതിൽ ഇന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് ശിവനെ നിന്ദിക്കാൻ അവകാശമില്ല. ഞാനൊരു ശ്രീരാമ ഭക്തനാണ്, അതുകൊണ്ട് ശ്രീകൃഷ്ണനെ നിന്ദിക്കാൻ പാടില്ല. ഒരു ദേവതകളെയും നമ്മുടെ മന്ദബുദ്ധിത്തരം വെച്ചിട്ട് നിർവചിക്കാനോ നിന്ദിക്കാനോ പോകരുത്. കാരണം നമ്മൾ മനുഷ്യരാണ്, നാം ദേവന്മാർക്ക് അധീനപ്പെട്ടവരാണ്. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ എന്നാണ് ഗീത പറയുന്നത്. ദേവന്മാരുമായിട്ട് നിങ്ങൾ ഉടമ്പടി വെക്കണം, നിങ്ങൾക്കപ്പോൾ ഉയർച്ചയുണ്ടാവും. എന്താ ഉടമ്പടി? ഞാനത് ജീവിത രീതിയായിട്ട് പറയാം. എന്താണ് ഗീതയെ കൂടുതൽ പറയുന്നത് വെച്ചാൽ, ഗീതാശാസ്ത്രത്തിന് എഴുതപ്പെട്ട ഏറ്റവും മികച്ച വ്യാഖ്യാനം, ഭാഷ്യം എഴുതിയത് ജഗദ്ഗുരുവായ ശങ്കരാചാര്യസ്വാമികളാണ്. ശങ്കരാചാര്യർ കേരളീയനാണ്. ആ ഒരു തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, വേറെ തെറ്റൊന്നും ശങ്കരാചാര്യ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. കേരളത്തിൽ ജനിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ആദിശങ്കര ഭഗവത്പാദർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ജനിച്ചതുകൊണ്ട് ഇവിടെ ഒരു സർവകലാശാല ഉണ്ടാക്കി അവിടെ ശങ്കരാചാര്യ പ്രതിമ വെക്കണമെങ്കിൽ കണ്ട എല്ലാവരോടും അനുവാദം ചോദിക്കേണ്ട ഗതികേടാണ്. സർവകലാശാലയുടെ പേര് കാലടി സർവകലാശാല എന്നാണ്. ശങ്കരാചാര്യ പേര് ശ്രീ ശങ്കര കോളേജ്. അവിടെയൊക്കെ ശങ്കരാചാര്യരുടെ ജന്മദിനത്തിന് വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിലും
ക്രിസ്മസ് ഒക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മഹാപുരുഷന്മാർ ജനിച്ചാലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അധമമായ ഒരു മനസ്ഥിതി നമ്മുടെ മലയാളികൾക്കുള്ളിൽ എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ട്. മഹാന്മാർ ജനിച്ചാൽ പോലും അറിയില്ല. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നാട്ടിൽ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമയില്ല, വെക്കാൻ സമ്മതിക്കില്ല. പ്രതിമ ആരാധനയിൽ വിശ്വസിക്കാത്ത മതങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർക്കിഷ്ടമുള്ളതൊക്കെ വെക്കാം, നമ്മുടെ പ്രതിമകൾ വെക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു വിശേഷമുണ്ട്. തിരൂരിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലൊരു സർവകലാശാലയുണ്ട്. അവിടെ പോയി നോക്കിയാൽ കാണേണ്ട ഗതി തന്നെയാണ്. എഴുത്തച്ഛനൊരു സ്മാരകമില്ല, എഴുത്തച്ഛൻ്റെ രൂപം വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു നട്ടൽ ഊരി പണയം വെച്ച ഒരു ജനതയായിട്ട് നമ്മൾ ഹിന്ദുക്കൾ മാറിയിട്ട് വളരെ കാലമായി. സ്വന്തം ആചാര്യന്മാരെ, സ്വന്തം ഗുരുക്കന്മാരെ വണങ്ങാനും അവരെ പറ്റി പ്രചരിപ്പിക്കാനുമുള്ള ധൈര്യമില്ല നമുക്ക്. നമുക്കറിയാം, 1963-64 കാലഘട്ടത്തിലാണ് ഭൂപരിഷ്കരണ നിയമം വന്നത്. ലാൻഡ് റെഫമേഷൻ ആക്ട് കേരള സർക്കാർ കൊണ്ടുവന്നതാണ്. ഗൗരിയമ്മയൊക്കെ ഉള്ള കാലത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത്, അന്ന് കാലത്ത് ഇവിടെ ബഹുഭൂരിപക്ഷം സ്ഥലവും ഹിന്ദുക്കളുടെ കയ്യിലായിരുന്നു. ജാതി ചോദിക്കരുത്, ഏത് ജാതിയും ആവാം, എല്ലാ ജാതിക്കാരായിട്ടും കുറേയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ജന്മികളാരാണ്? ഹിന്ദുക്കളാണ്. ഹിന്ദു നായരോ, ഹിന്ദു ഈഴവനോ, ഹിന്ദു തീയനോ ആരും ആവാം, ജാതി പറയുന്നില്ല, ഹിന്ദു നമ്പൂതിരിയോ. അപ്പോൾ അന്ന് ഭൂരിപക്ഷം ഭൂമി ആരുടെ കയ്യിലായിരുന്നു? ഹിന്ദുക്കളുടെ കയ്യിലായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്തിരുന്നു? ആ സൈഡിലൊക്കെ വന്ന് കുടികടപ്പായിട്ട് വന്നിട്ടും ഞങ്ങൾ പറമ്പ് പണിക്ക് വന്നതാണ്, ഏമാനെ തമ്പുരാനെ എന്നൊക്കെ വിളിച്ച് നമ്മളെ സുഖിപ്പിച്ച് നിന്നപ്പോൾ അവരൊരുമിച്ചൊരു തീരുമാനം എടുത്തു. ഇവർക്ക് ഭൂമി ഉള്ളതുകൊണ്ടല്ലേ ഇവർ പ്രബല സമുദായമായി ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭൂമി ആദ്യം കൈക്കലാക്കിയാൽ ഇവരെ തെണ്ടികളാക്കാൻ പറ്റും എന്നവർക്ക് മനസ്സിലായി. അവർക്ക് ബുദ്ധിയുണ്ട്. നമ്മൾ ആമാശയം കൊണ്ടും അവരാശയം കൊണ്ടുമാണ് ചിന്തിക്കുന്നത്. കാരണം ഹിന്ദുക്കളും മറ്റ് സമുദായങ്ങളും നമ്മളെ വ്യത്യാസം, നമ്മൾ ആമാശയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അന്നേരം ഒരു കുപ്പി കള്ള് കിട്ടിയാൽ മതം മാറുക, ഒരു ചാക്ക് അരി കിട്ടിയാൽ മതം മാറുക. ഒരു ചാക്ക് അരിക്ക് വേണ്ടി 10,000 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കൃതിയെ ഉപേക്ഷിച്ച് കൊന്തയിടാനും മടിയില്ലാത്തവൻ ഹിന്ദു. അപ്പോൾ ഇവൻ ഈ വിഡ്ഢി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കേരള സർക്കാർ നിയമം പാസ്സാക്കി, ലാൻഡ് റെഫമേഷൻ ആക്ട്. എന്താ ഉണ്ടായത്? നമ്മളൊക്കെ ജന്മിമാരാണെന്നും നമ്മൾ ബൂർഷ്വാസികളാണെന്നും നമ്മൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരാണെന്നും ചൂഷക വർഗമാണെന്നും അതുകൊണ്ട് നമ്മുടെ ഭൂമി സർക്കാരിന് പിടിച്ചെടുക്കാം നിയമം ഉണ്ടാക്കി. എന്തിന് പിടിച്ചെടുത്ത് എന്ത് ചെയ്യും? പിടിച്ചെടുത്തിട്ട് ഏറ്റവും താഴേക്കടയുള്ള ഹരിജനങ്ങൾക്ക് കൊടുക്കും എന്നാണ്. ആദിവാസികൾ, ഹരിജനങ്ങൾ. ശരി, സന്തോഷം, ഹരിജനങ്ങളും ഹിന്ദുക്കൾ തന്നെ, ഹരിയുടെ ജനങ്ങളാണല്ലോ. പക്ഷേ ഇന്നും ഹരിജനങ്ങൾക്ക് സ്ഥിതി മെച്ചപ്പെട്ടോ? ആദിവാസികൾ മെച്ചപ്പെട്ടോ? നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലല്ലേ മധു എന്ന് പറഞ്ഞ കാടിൻ്റെ പുത്രൻ ഒരു പാക്കറ്റ് മല്ലിപ്പൊടി എടുത്തതിന് ചവിട്ടി കൊന്നത്. ചവിട്ടി കൊന്നവൻ പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, ഏത് പാർട്ടിക്കാരെന്ന് എല്ലാവർക്കും അറിയാം, അവൻ്റെ മതവും അറിയാം. അപ്പോൾ ജന്മിയായിരുന്ന കാലത്ത് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ക്രൂരത ഹിന്ദു തെണ്ടിയായപ്പോൾ ഹിന്ദുവിലെ ആദിവാസിയോട് ചെയ്യുന്നു. ആദിവാസിയുടെ ജീവിതം മെച്ചപ്പെട്ടില്ല, ഹരിജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടില്ല. മെച്ചപ്പെട്ടു. അന്ന് കുടികിടപ്പിന് വന്ന എല്ലാ അവന്മാരും റബ്ബർ കർഷകരായിട്ട് 100 ഏക്കർ 200 ഏക്കർ 300 ഏക്കർ വീതം എടുത്ത് രാജാക്കന്മാരെ പളുവളുപ്പുള്ള ജുബയും സ്വർണ്ണമാലയും കുരിശുമാലയും ഒക്കെ ഇട്ട് നാട്ടിൻ്റെ 2 വശത്തും റോഡ്, ഹൈവേ എല്ലാം കയ്യേറിയിരിക്കുന്നു. ഇപ്പം ഹിന്ദു ഇവിടെ സ്വന്തം നാട്ടിൽ ഭൂമിയില്ലാത്ത അഗതിയായി മാറി. അപ്പം അതൊക്കെയാണ് അതും രാഷ്ട്രീയമല്ല, നമ്മുടെ ജാഗ്രതയില്ലായ്മയുടെ, നാം നമ്മുടെ ഗുരുക്കന്മാരെ വന്ദിക്കാത്തതിൻ്റെ, നമ്മുടെ ശാസ്ത്രങ്ങൾ ശരിക്കും പഠിക്കാത്തതിൻ്റെ, ആചരിക്കാത്തതിൻ്റെ കുറവാണ്. നാം ഉറങ്ങുമ്പോൾ മറ്റവൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനവിടെ ആശയപരമായി ചിന്തിച്ച് എങ്ങനെ ഹിന്ദുവിനെ കൂടുതൽ പാർശ്വവൽക്കരിക്കാം, കൂടുതൽ എങ്ങനെ പട്ടിണിക്കാരനാക്കാം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിർഭയമായിട്ട് എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമികൾ വിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആർക്കു വിൽക്കുന്നു, എന്തിനു വിൽക്കുന്നു, അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സർക്കാർ നിയമം മൂലം പട്ടിണിക്കാരാക്കിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭൂമിയിലെ ഒരേ ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ. കർഷക തൊഴിലാളിയായിട്ട് അവതരിച്ച മുഴുവൻ റബ്ബർ കർഷകന്മാരായിരുന്നു. പിന്നെ വടക്കോട്ട് മുസ്ലിമും തെക്കോട്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവിൻ്റെ ഭൂമി സുലഭമായി കൈയേറിയുന്നത് ചരിത്ര സത്യമാണ്. ഇന്ന് അവർ മുതലാളിമാരും നമ്മൾ പണിക്കാരുമാണ്. അപ്പോൾ അതിൽ ഞാൻ പറയാൻ വന്ന വിഷയം, വേദം പറയുന്നുണ്ട് ഒരു ദാനം ചെയ്യുമ്പോൾ ആ ദാനം സമ്പാദിച്ചതിൽ നിന്ന് വേണമെന്ന്.
നാം അധ്വാനിച്ച് നേരാം വണ്ണം സമ്പാദിച്ചതിൽ നിന്ന് ദാനം ചെയ്യണം. ശ്രിയാദേയം വേദത്തിലെ വാക്യമാണ്. നിങ്ങൾ ഉണ്ടാക്കിയ ശ്രീയിൽ നിന്ന്, നിങ്ങൾ ഉണ്ടാക്കിയ ഐശ്വര്യത്തിൽ നിന്ന് വേണം ദാനം ചെയ്യാൻ. കടം വാങ്ങി ദാനം ചെയ്യരുത്. കേരള സർക്കാരിൻ്റെ പദ്ധതി പോലെ ആയിപ്പോരുത്. ഇനി കേരള സർക്കാരിന് കടമെടുക്കാൻ സ്ഥലമൊന്നുമില്ല, അവിടുന്ന് കടമെടുത്ത് ഇവിടെ കൊടുക്കുക. ഇവിടുന്ന് പണ്ടൊരു ചൊല്ലാണ്, റോബിങ് പീറ്റർ ടു പേ പോൾ. ഇംഗ്ലീഷ് ചൊല്ലാണ്. പോളിന് കൊടുക്കാൻ കുറച്ച് കാശുണ്ട്, അപ്പോൾ അത് കിട്ടാനില്ല. അപ്പം അത് പീറ്ററിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു പറിച്ചിട്ട് പോളിന് കൊടുക്കുക. അപ്പോൾ പീറ്ററിന് ആര് കൊടുക്കും? വേറെ അടുത്ത് പിടിച്ചു പറിക്കും. അങ്ങനെ പിടിച്ചു പറി ആണ് കടം വാങ്ങിയിട്ടുള്ള ഭരണം. അത് ശരിയല്ല. നിങ്ങളും ദാനം ക്ഷേത്രത്തിലേക്ക് ചെയ്താൽ അത് നിങ്ങൾ നേടിയ ഐശ്വര്യത്തിൽ നിന്ന് കൊടുക്കണം. നേടിയ ഐശ്വര്യത്തിൽ നിന്ന് കൊടുത്താലുള്ള ഗുണം എന്താണ്? അത് ഇരട്ടിക്കുമെന്നാണ് വേദം പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് നിഷ്കാമമായി കല്ലുപാകാൻ വേണ്ടി ഒരു കല്ല് സ്പോൺസർ ചെയ്തും വിചാരിക്കാം. അപ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ സമ്പാദിച്ചതാണ്, നേരാംവണ്ണം സമ്പാദിച്ചതാണ്, നല്ല രീതിയിൽ സമ്പാദിച്ചതാണ് എന്ന ബോധ്യമുള്ള പണം കൊടുക്കണം. എന്നിട്ടോ നമ്മുടെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ്? ആ കല്ലിൻ്റെ മോളെ സ്വന്തം അമ്മയുടെ പേര് എഴുതി വെക്കും. വലിയ വീട്ടിൽ ഓമനയമ്മ വക. എന്തിനാണ്? മക്കളുടെ ആശയാണ്. കാലം ഉള്ളിടത്തോളം അമ്മയുടെ പേരിട്ട് ചവിട്ട് എല്ലാവരും കൊടുക്കട്ടെ നാട്ടുകാർ. അപ്പോൾ കല്ലിൻ്റെ മുകളിൽ എഴുതി വെക്കും അമ്മയ്ക്കിട്ട് ചവിട്ട്, എല്ലാവരും ചവിട്ട്. ഇപ്പം ഹിന്ദുവിൻ്റെ അവസ്ഥ, ഒരു കല്ല് ക്ഷേത്രത്തിൽ കൊടുത്താലും അവിടെ എൻ്റെ പേര് വേണമെന്ന, എന്തായാലും പറയാം, ദുരയെന്നോ പേരിന് വേണ്ടി ആശയെന്നോ, പേരാശയ എന്ന് പറയും തമിഴിൽ. പേരിന് വേണ്ടിയുള്ള ആശയാണ്. അതിന് ലോകേഷണ എന്ന് പറയും നമ്മുടെ ശാസ്ത്രങ്ങൾ. അറിയപ്പെടണം. അമ്പലത്തേക്ക് ഒരു കിണ്ടി കൊടുത്തു, പത്മനാഭൻ നായർ വക കിണ്ടി. എന്താ കുഴപ്പം? ദേവന് കൊടുത്തതിൽ പോലും തൻ്റെ പേരെഴുതി വെക്കുമ്പോൾ ദേവനെ അപമാനിക്കലാണോ ബഹുമാനിക്കലാണോ? അപമാനിക്കലാണ്. മിക്ക ക്ഷേത്രങ്ങളിലും കാണാം, കാണിക്ക വഞ്ചിയുടെ മുകളിൽ അവനവൻ്റെ പേര്, കുടുംബ പേര്, വിളക്കിൻ്റെ മുകളിൽ പേര്, ഭഗവാന് കൊടുക്കുന്ന വിളക്കിൻ്റെ മുകളിൽ പേര്, കിണ്ടിയുടെ മേലിൽ പേര് എന്ന് വേണ്ട, നിലത്തൂടെ ചവിട്ടുന്ന കല്ലിൻ്റെ മുകളിൽ പോലും സ്വന്തം പേരെഴുതുക. ഇത് വേദസമ്മതമായ ദാനമല്ല, ഇത് താമസ ദാനമാണ്, ദോഷം വരും. ഗീതയിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വേദത്തിലെ ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ ഒരു വാക്യം എടുത്തിട്ട് വലിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് ഗീത. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇതിന് ഭാഷ്യം എഴുതിയപ്പോൾ അതിൻ്റെ ഉപോദ്ഘാതത്തിൽ പറഞ്ഞു, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. ഈ ഭഗവത്ഗീതയുണ്ടല്ലോ, എല്ലാ വേദങ്ങളെയും ആറ്റിക്കുറുക്കി കടഞ്ഞെടുത്ത നറുവെണ്ണയാണ്. ക്വിൻറ്റെസെൻസ് ഓഫ് വേദാസ്. വേദങ്ങളുടെ സൂക്ഷ്മാർത്ഥത്തെ എടുത്ത് കടഞ്ഞെടുത്തതാണ് ഈ ഗീതാശാസ്ത്രം, ഭഗവത്ഗീത. ഇപ്പോൾ വേദം പഠിക്കാൻ ഒത്തില്ലേ? 700 ശ്ലോകം മാത്രമുള്ള ഗീതയെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ പഠിച്ചിരിക്കണം. ഒരു ദിവസം ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥസഹിതം പഠിക്കണമെങ്കിൽ എത്ര കാലം വേണം ഗീത മുഴുവൻ പഠിക്കാൻ? 2 വർഷം തികച്ച് വേണ്ട. എത്ര ചെറുപ്പത്തിൽ ഗീതയിലെ ആശയങ്ങൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടുന്നുവോ അത്രയും ഉത്തരവാദിത്വമുള്ള ഒരു ഹിന്ദുവാവും, ഒരു സനാതന ധർമ്മിയാവും, ഒരു നല്ല പൗരനാവും. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ശ്രിയാദേയം, ഹ്രിയാദേയം. അടുത്ത വാക്യമാണ്. എന്താണ്? ലജ്ജയോടെ കൊടുക്കണം. എത്ര കോടി കൊടുത്താലും ഇത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇത് തന്നെ ഭഗവാൻ തന്നതാണ് എന്ന ചിന്തയിൽ ലജ്ജയോടെ വിനയത്തോടെ കൊടുക്കണമെന്നാണ് വേദം പറയുന്നത്. കൊടുത്തിട്ട് ഞാൻ ഇത്ര കൊടുത്തില്ലേ എന്ന് പറയരുത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, തമിഴ്നാട്ടിൽ തിരുവണ്ണാമലൈ എന്ന് പറയുന്ന വിശുദ്ധമായ ഒരു സ്ഥലമുണ്ട്, തീർത്ഥസ്ഥലമുണ്ട്. അവിടെയാണ് ഭഗവാൻ രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ 16 വയസ്സ് മുതൽ മഹാസമാധി വരെയും ജീവിച്ചിരുന്നത്. ആ മല തന്നെ ശിവനാണെന്നാണ് പുരാണം പറയുന്നത്. സ്കന്ദപുരാണത്തിലൊക്കെ അതേപ്പറ്റി പരാമർശമുണ്ട്. ആ തിരുവണ്ണാമലയുടെ ചരിത്രം പറയുമ്പോൾ പറയും, ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായെന്നും തങ്ങളിൽ ആരാണ് കേമൻ എന്നൊരു ചോദ്യമുണ്ടായെന്നുമാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണോ ഈ ലോകത്തെ പരിപാലിക്കുന്ന മഹാവിഷ്ണുവാണോ കേമൻ എന്നൊരു ചോദ്യം. അപ്പോൾ ഒരു അശരീരി കേട്ടു. ഒരു അഗ്നിലിംഗം, ഒരു വലിയ അഗ്നി കൊണ്ടുള്ള തൂണ് പോലെ വലിയൊരു അഗ്നിലിംഗം ഇവരുടെ രണ്ടുപേരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുകയും അശരീരി പറയുകയാണ്, ഇതിൻ്റെ ഏതെങ്കിലും ഒരറ്റം കണ്ടുപിടിക്കുന്നവനാണ് മഹാൻ എന്ന്. ഇതേപ്പറ്റി നമ്മുടെ കേരളീയനായ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. അടിക്കു പന്നി പോയി മുടിക്കൊരന്നവും പറന്നുപോയി. അഗ്നിശൈലത്തെ, ശോണശൈലത്തിൻ്റെ മഹത്വം കാണിക്കാം.
അപ്പം അടിക്ക് പന്നി പോയി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു പന്നിയുടെ അവതാരമെടുത്തിട്ട് തുരന്ന് ഇതിനടി കാണാൻ വേണ്ടി പോയി താഴേക്ക്. ബ്രഹ്മാവ് തൻ്റെ വാഹനമായ അരയന്നത്തിൻ്റെ മേലെ മുകളിലേക്കും പോയി. കാലങ്ങളോളം സഞ്ചരിച്ചിട്ടും ഈ വലിയ ലിംഗത്തിൻ്റെ, ഈ വലിയ അഗ്നിലിംഗത്തിൻ്റെ രണ്ടറ്റവും കാണാൻ സാധിക്കാതെ ബ്രഹ്മാവ് പകുതി വഴിക്ക് കൈതപ്പൂവിനോട് ചോദിച്ച് നുണ പറഞ്ഞു. എന്താണ്? ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം നുണ പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് മഹാദേവൻ മോതിരവിരലുകൊണ്ടും തള്ളവിരലുകൊണ്ടും ചേർത്ത് മുറിച്ചെടുത്തു എന്നാണ്. അങ്ങനെ ആ തലയൊട്ടി ബ്രഹ്മാവിൻ്റെ കപാലം പരമശിവൻ്റെ കയ്യിൽ ഒട്ടിപ്പോയെന്നാണ്. ബ്രഹ്മാവിൻ്റെ തലയിറത്താൽ ബ്രഹ്മഹത്യാ പാപമാണ്. ഇപ്പോൾ ബ്രഹ്മകപാല ഭിക്ഷു എന്നൊരു പേര് പരമശിവനുണ്ട്. ബ്രഹ്മകപാല ഭിക്ഷു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ കപാലത്തിൽ തലയൊട്ടിയിൽ ഭിക്ഷ തെണ്ടുന്നവൻ എത്ര വലിയവനായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ, ഭാഗവത്തിൽ അത് വേറെ രീതിയിലാണ് പറയുന്നത്, കാരണം അത് വൈഷ്ണവ പുരാണമായതുകൊണ്ട് അവിടെ ഏത് മൂർത്തിയിലേക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ മൂർത്തിയെ ഉയർത്തിയേ പറയുള്ളൂ. അത് പുരാണങ്ങളുടെ സ്വഭാവമാണ്. പുരാണങ്ങളിൽ ഇപ്പോൾ ശിവപുരാണം എടുത്താൽ അവിടെ ശിവനെയാണ് ഏറ്റവും ഉയർത്തി പറയുക. മറ്റു ദേവതകളൊക്കെ ഉപദേവതകളായിട്ട് പറയും. സ്കാന്ദ പുരാണം എടുത്താൽ സ്കന്ദന മഹത്വം കൂടുതൽ പറയും. അപ്പോൾ പുരാണത്തിൻ്റെ ഉദ്ദേശം ഭക്തൻ്റെ ഇഷ്ടദേവതയിൽ ഭക്തി ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുരാണം ഒരു പൊതു പ്രമാണമല്ല. ശ്രദ്ധിച്ചുകൊള്ളാം, ഭാഗവതം ഒരു പുരാണമാണ്. ഇത് പൊതുപ്രമാണമല്ല. ഭാഗവതന്മാർക്ക്, വൈഷ്ണവർക്ക് ഇത് പരമപ്രമാണമാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ല. എന്നാൽ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള പൊതുപ്രമാണം എന്താണ്? വേദമാണ്. വേദോഖിലോ ധർമ്മമൂലം. വേദമാണ് എല്ലാറ്റിനും പ്രമാണം. ഏതെങ്കിലും ഒരു പുരാണമോ ഇതിഹാസമോ മറ്റു കൃതികളോ വേദത്തിനോട് ഒക്കുന്നില്ലയോ, വേദത്തിലെ തത്വങ്ങളോട് വിരുദ്ധമായി പോകുന്നുവോ, ആ പുരാണത്തെ, ആ തത്വത്തെ തള്ളണം എന്നാണ്. ഏതെങ്കിലും ഒരു തത്വം വേദത്തിന് എതിരായി പോയാൽ ആ തത്വത്തെ പ്രക്ഷിപ്തമെന്ന് കണ്ട് തള്ളിക്കൊള്ളണം എന്നാണ്. അതുകൊണ്ടാണ് വേദം എന്തു പറയുന്നു എന്ന് അറിയേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ജുവലറി, ഒരു സ്വർണം, ഒരു മോതിരമോ ഒരു കമ്മലോ മാലയോ നല്ലതാണോ, യഥാർത്ഥ സ്വർണമാണോ, 916 ആണോ എന്നൊക്കെ അറിയാൻ എന്താ ചെയ്യുക? ഉരച്ചു നോക്കും. പൊന്നുരച്ചു നോക്കണം എന്നാണ്. ആളടുത്തറിയണം, പൊന്നുരച്ചു നോക്കണം എന്നാണ്. അപ്പോൾ ഉരച്ചു നോക്കുമ്പം ആ തട്ടാൻ അറിയാം ഇത് നല്ല സ്വർണമാണോ അല്ലയോ എന്ന്. ആ ഉരകല്ലാണ് വേദം. എല്ലാറ്റിൻ്റെയും അടിക്കല്ലെന്ന് പറയും. ഗീതയിൽ ഭഗവാൻ പറയാം, ഞാൻ കൂട്ടസ്ഥനാണ്. ഈ കൂട്ടസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവിക്കുണ്ട് പേര്. ലളിതാ സഹസ്രനാമത്തിൽ കൂട്ടസ്ഥ കുളരൂപിണി. എല്ലാ ജീവജാലങ്ങളും ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും അടുത്ത കൽപ്പത്തിൽ വീണ്ടും വരികയും ഒക്കെ ചെയ്യുന്ന ഈ തുടർ നാടകം കണ്ടുകൊണ്ട് അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന അധിഷ്ഠാന ശക്തിയാണ് കൂട്ടം എന്ന് വിളിക്കുന്നത്. ആൻവിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഏതൊന്നിൻ്റെ മേലെ വെച്ചിട്ടാണോ ഒരു ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തുന്നത്, അടിച്ച് രൂപപ്പെടുത്തുന്നത്, പിന്നെയും വെള്ളത്തിൽ മുക്കുന്നു, അഗ്നിയിലിടുന്നു, പൊള്ളിക്കുന്നു, പിന്നെയും വെള്ളത്തിൽ മുക്കുന്നു, കൂടത്തിൽ വെച്ച് അടിക്കുന്നു, ഇങ്ങനെ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രപഞ്ച നിർമ്മാണം നടക്കുന്നതിന് അടിസ്ഥാന ഹേതുവായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെയാണ് കൂട്ടസ്ഥ ശബ്ദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ഞാൻ കൂട്ടസ്ഥനാണെന്ന് പറഞ്ഞാൽ ഞാൻ കേവലം ദേവകിയുടെ മകനോ നിന്നോടൊപ്പം കളിച്ചവനോ നീ എടാപോടാന്ന് വിളിക്കുന്നവനോ ഒന്നുമല്ല. അത് നിന്റെ തോന്നലാണ്. ഞാൻ ശരിക്കാരാണ്? ബ്രഹ്മസ്വരൂപം തന്നെ, പരബ്രഹ്മസ്വരൂപം തന്നെ. അതുകൊണ്ടാണ് ഓട്ടൂർ ഉണ്ണി നമ്പൂരിപ്പാട് പള്ളിക്കാവൽ അമ്മയുടെ ആശ്രമത്തിൽ താമസിച്ച് അമ്മയുടെ മടിത്തട്ടിൽ കിടന്നാണ് സമാധിയായത്. ഓട്ടൂർ പറയുമായിരുന്നു, ശ്രീകൃഷ്ണൻ വെച്ചാൽ ആരാണ്? പരബ്രഹ്മ കട്ടാന്ന്. പരബ്രഹ്മൻ തന്നെ ഒരു മനുഷ്യനായി അവതരിച്ചാൽ എന്തോ അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ കൂട്ടസ്ഥനാണ്. ഇതേ കാര്യം ലളിതാംബികയെ പറ്റിയും പറയുന്നു. എന്താണ്? കൂട്ടസ്ഥ കുളരൂപിണി. ഞാൻ കൂട്ടസ്ഥയാണ്. സകല പ്രപഞ്ചം എൻ്റെ മേലെയാണ് രൂപപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റിംഗ് മീ ഇൻ എനി മാനർ. ഈ ലോകം എന്തായാലും അതെന്നെ ബാധിക്കും. ഞാനിത് അടിസ്ഥാന ശക്തിയാണ്. അതിവിടെ ഉണ്ടായി മറയുന്നതെല്ലാം എന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് പരമശിവൻ ഒരു പേരുണ്ട്, പഞ്ചകൃത്യപരായണൻ. അതേ ദേവിക്കും ആ പേരുണ്ട്, പഞ്ചകൃത്യപരായണ. എന്താണ്? സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരി ഈശ്വരി സദാശിവ അനുഗ്രഹദ. ഈ 5 കൃത്യങ്ങൾ ചെയ്യുന്നവനാണ് ഈശ്വരൻ. മറ്റു മതങ്ങളൊക്കെ 3 കാര്യമേ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നു. സൃഷ്ടി നടത്തുന്നു, ആൾക്കാരെ നോക്കി പരിപാലിക്കുന്നു, എല്ലാം നശിപ്പിക്കുന്നു. സംഹാരത്തോടുകൂടി അവരുടെ ലോകം കഴിഞ്ഞു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. അതായത് സൃഷ്ടികർത്തിയായിരിക്കുമ്പോൾ ദേവിക്ക് പേര് സൃഷ്ടികർത്തിയായിരിക്കുമ്പോൾ ദേവിക്ക് പേര് ബ്രഹ്മാവ്, സൃഷ്ടികർത്തി ബ്രഹ്മരൂപ.
ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, എല്ലാറ്റിനെയും സംരക്ഷിക്കുമ്പോൾ അവളുടെ പേര് ഗോവിന്ദൻ മഹാവിഷ്ണു. പിന്നെ എല്ലാറ്റിനെയും നശിപ്പിക്കുമ്പോൾ അവളുടെ പേര് രുദ്രൻ, രുദ്രരൂപിണി, രുദ്രരൂപ. പിന്നെ നശിപ്പിച്ചതെല്ലാത്തിനെയും തന്നിലേക്ക് ഒളിപ്പിക്കുന്നു, അതാണ് തിരോധാനം. തിരോധാനം ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ഈശ്വരി എന്നാണ്. ഈശ്വരൻ, ഈശ്വരി എന്ന് പറയും. തിരോധാനം ചെയ്തതിനെ, തന്നിൽ ഒളിപ്പിച്ചതിനെ അടുത്ത കൽപ്പത്തിൽ പുറത്തേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്, പിന്നെയും ആവിഷ്കരിക്കുകയാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. ഉള്ളതിനെ പുറത്തെടുക്കലാണ് അനുഗ്രഹം, ഇല്ലാത്തതിനെ ഉണ്ടാക്കലല്ല. ഇവിടെ നേരത്തെ പറഞ്ഞു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. ഈ പ്രഭാഷണമൊക്കെ എൻ്റെ തലയ്ക്കകത്ത് ഉണ്ടാവണ്ടേ ആദ്യം, പെട്ടെന്ന് ഇങ്ങനെ രൂപപ്പെടുത്തി ഉണ്ടാക്കുന്നതല്ലോ. അപ്പം അതുകൊണ്ട് അനുഗ്രഹം ചെയ്യുമ്പോൾ അവളുടെ പേര് സദാശിവൻ. സദാശിവനാകട്ടെ അവ്യക്തമൂർത്തിയാണ്, രൂപമില്ലാത്ത മൂർത്തിയാണ്, അചിന്യമൂർത്തിയാണ്, ചിന്തിക്കാനാവാത്ത മൂർത്തിയാണ്, അപ്രമേയ മൂർത്തിയാണ്, മനസ്സിന് വിഷയമാകാത്ത മൂർത്തിയാണ്. അതുകൊണ്ട് ശിവനെ മാത്രം ഒരു പ്രത്യേക രൂപത്തിൽ ആരാധിക്കാതെ ലിംഗത്തിൽ ആരാധിക്കുന്നു. അതിന് കാരണം ഇത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമല്ലാത്തതും നമുക്ക് കാണാനോ കേൾക്കാനോ മണക്കാനോ സ്പർശിക്കാനോ രുചിക്കാനോ കഴിയാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവ തലത്തിന് വളരെ അപ്പുറത്ത് നിൽക്കുന്ന പരമാത്മ തത്വമാണ്, ഈശ്വര തത്വമാണ്. അതുകൊണ്ട് അതിന് പേര് പരമേശ്വരൻ, ദ സുപ്രീം ലോർഡ്. ഈ 5 കാര്യം ചെയ്യുന്നവളാണ്. ഈ 5 കാര്യം ചെയ്യുന്നവനായതുകൊണ്ട് ഈശ്വരൻ എന്ന് പേര്. അപ്പൊ ഇവന്റെ രൂപം എന്ത്? ലിംഗത്തിൽ കാണിച്ചു. ഹിന്ദുക്കളെ കളിയാക്കാൻ വേണ്ടി മറ്റു മതസ്ഥരും നിരീശ്വരവാദികളും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മനുഷ്യന്റെ ലിംഗം ആരാധിക്കുന്നവരല്ലേ. ഈ പറയുന്നവനുണ്ടായത് അതിൻ്റെ അടിസ്ഥാനം ഒരു ലിംഗം ആയിരിക്കുമല്ലോ, അല്ലാന്നുണ്ടോ? അപ്പോ ലിംഗം എന്ന ശബ്ദത്തിനർത്ഥം അടയാളം എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? പുല്ലിംഗം എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിൽ പുരുഷനെ കുറിക്കുന്ന ശബ്ദം. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ലിംഗം എന്നാണോ? സ്ത്രീയെ കുറിക്കുന്ന ശബ്ദം. അപ്പൊ ഒന്നിനെ കുറിക്കുന്നത്, അടയാളപ്പെടുത്തുന്നത് ലിംഗം. സന്യാസിക്ക് കാഷായ വസ്ത്രം ബാഹ്യലിംഗമാണ്. കാഷായ വസ്ത്രം ധരിച്ച കണ്ടാൽ എന്ത് വിചാരിക്കണം? സന്യാസിയാണ്. ത്രിപുണ്ഡം, ഭസ്മക്കുറി വൈദികന്, വേദം പഠിച്ചവന് ബാഹ്യലിംഗമാണ്. കുങ്കുമപ്പൊട്ട് വൈദികന്റെ ബാഹ്യലിംഗമാണ്, അടയാളമാണ്. സായിനവ വൈദിക, സായിനവ വൈദിക് സ്കോളർ. പിന്നെ താലിമാല, അവൾ ഭാര്യയാണെന്നതിൻ്റെ ലിംഗമാണ്, എന്ന് വെച്ചാൽ അടയാളമാണ്. ചുവന്ന കൊടി ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ്. ഈ നാട് രക്ഷപ്പെടില്ല എന്ന് കാണിക്കാനുള്ള കൊടിയാണ്. ബംഗാളിലൊക്കെ 36 കൊല്ലം ആ കൊടിയായിരുന്നു പറന്നത്. പരമദാരിദ്ര്യവും തൊഴിലില്ലായ്മയായിട്ട് ഇവിടേക്ക് വരികയാണിപ്പോൾ. ഇങ്ങനെ ഓരോന്നിനും ഓരോ ലിംഗമുണ്ട്. ഇപ്പൊ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷ ശബ്ദത്തെയാണ് പറയുന്നത്. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കുറിക്കുന്ന ശബ്ദമാണ്, സ്ത്രൈണതയെ കുറിക്കുന്ന ശബ്ദങ്ങളാണ്. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം നേരത്തുള്ളൂ. അപ്പൊ ശിവലിംഗം എന്താണ്? ശിവലിംഗം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളില്ലാത്ത പരമ്പൊരുളിനെ കുറിക്കുന്നതാണ്. ജനനമരണമില്ലാത്തതും സർവദാ മംഗളം നൽകുന്നതുമായ ഒരു പൊരുൾ, വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്തത്. യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ എന്ന് വേദം പറഞ്ഞു. മനസ്സും വാക്കും വർണ്ണിക്കാനാവാതെ തോറ്റുമടങ്ങുന്ന ആ ഇടം, അതിനെയാണ് പരമശിവൻ എന്ന് വിളിക്കുന്നത്. അതൊരു രൂപമല്ല, അരൂപമാണ്. എന്നാൽ അത് എല്ലാം അറിയുന്നതുമാണ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതുമാണ്, നിർഗുണവുമാണ്. നിർഗുണ പരബ്രഹ്മം, അതിനെ കുറിക്കാൻ രൂപം വേണ്ടേ? എല്ലാറ്റിനും കൃഷ്ണന് രൂപമുണ്ട്, കാളിക്ക് രൂപമുണ്ട്, സുബ്രഹ്മണ്യൻ രൂപമുണ്ട്. സകല ദേവതകൾക്കും സകളാരാധനയാണ്. എന്ന് വെച്ചാൽ അവയവങ്ങളോട് കൂടി ആരാധനയാണ് സകളാരാധന എന്ന് പറയുന്നത്. നിഷ്കള ആരാധന. പരബ്രഹ്മത്തിനെ എങ്ങനെ ആരാധിക്കും? അപ്പൊ രൂപത്തിൽ നിന്ന് രൂപമില്ലായ്മയെ കുറിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ആ ലിംഗാകൃതി എന്നുള്ളത്. അണ്ഡാകൃതിയാണ്, അണ്ഡാകൃതിയാണ്. അതെന്തിനാ കാണിക്കുന്നത്? അപരിമിതമായതും എൻ്റെ ബുദ്ധിക്കോ മനസ്സിനോ വഴങ്ങാത്തതുമായ പരമ്പൊരുളാണത്. അതുകൊണ്ട് അതിനെ മാത്രം ഞാൻ ലിംഗത്തിൽ ആരാധിക്കുന്നു, ബാക്കി എല്ലാത്തിനും രൂപം കൊത്തി ആരാധിക്കുന്നു. ഇതാണ് വ്യത്യാസം. അപ്പം ഈ രൂപത്തിൻ്റെ അടിയോ മുടിയോ കണ്ടുപിടിക്കുന്നവൻ കേവനാണെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് കള്ളം പറഞ്ഞു. ശിവൻ ബ്രഹ്മ കപാല ഭിക്ഷുവായി. അല്പം കഴിഞ്ഞ് മഹാവിഷ്ണു എന്ന് പറഞ്ഞു, എനിക്ക് സാധിക്കുന്നില്ല, അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. മഹാവിഷ്ണു സത്യം പറഞ്ഞതുകൊണ്ട് നിത്യവും മഹാവിഷ്ണുവിനെ പൂജിക്കണം
എന്ന് അശരീരി. ബ്രഹ്മാവ് നുണ പറഞ്ഞതുകൊണ്ട് പൂജിക്കപ്പെടരുത് എന്നൊരു അശരീരി. ഇത് പുരാണ കഥയാണ് കേട്ടോ, ഇതിൻ്റെ അർത്ഥം വേറെയാണ്. അതായത് ഇവിടെ ബ്രഹ്മാവ് മനസ്സാണ്, സകലതിനെ സൃഷ്ടിക്കുന്നവനാണ്, എല്ലാം ഇരുന്ന് ചിന്തിച്ച് സൃഷ്ടിക്കുന്നവനാണ് മനസ്സ്. വിഷ്ണു സ്ഥായിയായ ബുദ്ധിയാണ്. ബുദ്ധി അളന്നളന്ന് ചെന്നിട്ടും കാണാതായപ്പോൾ അടിയറവ് പറയുകയും പരമാത്മ ജ്യോതിസ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. മനുഷ്യൻ മനസ്സിൻ്റെ വികല്പങ്ങൾക്കനുസരിച്ച് നുണകൾ പറഞ്ഞാൽ അതോടുകൂടി സമ്പൂജ്യനല്ലാതായിത്തീരുമെന്നൊരു സൂക്ഷ്മാർത്ഥമുണ്ട്. ആത്മാവിനെ മനസ്സുകൊണ്ട് നേടാൻ കഴിയില്ല, ബുദ്ധി കൊണ്ടും സാധിക്കില്ല. ബുദ്ധിയും മനസ്സും വാക്കും ഒതുങ്ങുമ്പോൾ, അഹന്ത ഒതുങ്ങുമ്പോൾ മാത്രം പ്രകാശിക്കുന്നതാണ്. അതിനെ പരമശിവൻ എന്ന് വിളിച്ചു എന്ന് മാത്രം. എന്തിനത് പറഞ്ഞത്? ഈ തിരുവണ്ണാമലയിൽ, ഇത് തമിഴ്നാട്ടിലാണ്, രമണ ഭഗവാൻ താമസിച്ചിരുന്നത്. ആ വലിയ മല 13 മൈലോളം ഉണ്ട് ചുറ്റുപാടും. അവിടെ ഇങ്ങനെ ഗിരിവലം ചെയ്യും. പരമശിവൻ തന്നെയാണെന്നാണ് പറയുന്നത്. രമണ മഹർഷി പറഞ്ഞത് അരുണാചലം പരമശിവൻ തന്നെ, കൈലാസം ശിവൻ്റെ വീട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരുവണ്ണാമലയിൽ ശരീരബുദ്ധികളിൽ ഏതുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഒരു അവധൂതനാണ് ശേഷാദ്രി സ്വാമികൾ. അവധൂതനാണ്. പൂർണ്ണമാവും ബ്രഹ്മസാക്ഷാത്കാരം നേടി ശരീരബോധമില്ലാതെ അലഞ്ഞു നടന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ പണക്കാരൻ, അവൻ്റെ ജോലി എണ്ണയാട്ടുന്ന മില്ലാണ്. അവന് വലിയ പണക്കാരനാണ്. അപ്പം അവന് ഈ പേരാശയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേരെടുക്കണം, എങ്ങനെയെങ്കിലും പേരെടുക്കണം. എല്ലാവർക്കും ഉണ്ടാവും അത്. വിളക്ക് കൊടുക്കുമ്പോൾ അതിന് താഴെ എഴുതി വയ്ക്കും ഇന്നയാളുടെ പേര്. അമ്പലത്തിലേക്ക് എന്തെങ്കിലും കൊടുത്ത പേരെഴുതും. അപ്പം അങ്ങനെ അല്പബുദ്ധികൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ആശ, ശേഷാദ്രി സ്വാമികൾ വലിയ മഹാനാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നതാണ്. ആളുകളൊക്കെ വാഹനം നിർത്തി വന്ന് നമസ്കരിക്കും. ഇദ്ദേഹം ശരീരബോധമില്ലാത്തൊരു മഹാത്മാവാണ് ശേഷാദ്രി സ്വാമികൾ. രമണ മഹർഷി അവിടെ 16 വയസ്സിൽ വരുമ്പോൾ രമണ മഹർഷിക്ക് സംരക്ഷണം കൊടുത്തിരുന്ന ആളാണ് ശേഷാദ്രി മഹാൻ. അപ്പം അദ്ദേഹം ദേവിയെ ഉപാസിച്ച് അങ്ങനെ അവധൂത വൃത്തിയിൽ എത്തിപ്പെട്ടു. ആ ശേഷാദ്രി സ്വാമികൾ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഈ പണക്കാരനായ ഈ എണ്ണമില്ല് മുതലാളിക്ക് ഒരു ആശയം തോന്നി, സ്വാമിക്ക് 1 ലിറ്റർ എണ്ണ കൊടുക്കാം. എല്ലാവരും കാണുമല്ലോ സ്വാമിക്ക് എണ്ണ കൊടുത്ത്. അപ്പം ഇവൻ ആരോടും ഇത് പറഞ്ഞില്ല, ആ മനസ്സിലെ ആഗ്രഹം പറഞ്ഞില്ല. സ്വാമിയെ കണ്ടപ്പോൾ വലിയ ബഹുമാനത്തോടെ നമസ്കരിച്ചിട്ട് ഈ 1 ലിറ്റർ എണ്ണ കൊടുത്തു കയ്യിൽ. ഇതങ്ങ് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ ആൾക്കാർ ഇയാളെ കളിയാക്കി ചിരിക്കുന്നു. ഈ പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ദോ ഐ നോ ഹിസ് നെയിം ഐ വോണ്ട് സേ ദറ്റ് ഔട്ട്. കാരണം അയാൾ പറഞ്ഞാൽ മോശമല്ലേ, അയാളുടെ മക്കളോ പേരക്കുട്ടികളൊക്കെ ഇത് കേൾക്കാൻ ഇടയായാലോ പലപ്പോഴും, വേണ്ട. അപ്പോൾ ആ വ്യക്തിയെപ്പറ്റി മറ്റുള്ളവർ കളിയാക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇയാൾ എണ്ണ കൊടുത്ത് നമസ്കരിച്ച് തിരിച്ച് വീട്ടിൽ പോയ ഉടനെ ശേഷാദ്രി സ്വാമി ഈ എണ്ണ ബോട്ടിൽ തുറന്നിട്ട് എണ്ണ തലയിൽ ഒഴിച്ചു. സ്വന്തം തലയിൽ ഒഴിച്ച് ദേഹം മുഴുവൻ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലായിടത്തും പറയുകയാണ് ഗോപി തന്നതാണ്, മറ്റവൻ തന്നാണ്, രാമൻ തന്ന ആളുടെ പേര് പറയണ, മില്ലിൻ്റെ ഉടമസ്ഥൻ തന്നാണ് എനിക്ക്, അവൻ്റെ പേര് വേണമെന്ന് ആഗ്രഹം. ശേഷാദ്രി സ്വാമിയെ അവൻ ബഹുമാനിച്ചു. അവൻ്റെ എണ്ണ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയ എണ്ണയാണ് എന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങി. അത് ഇയാൾക്ക് വലിയ നാണക്കേടായി. അയാളൊരു പാഠം പഠിച്ചു. ഗുരുവായൂരപ്പനെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൽ പേരെഴുതിയാൽ നിങ്ങളുടെ കഥ തീർന്നു കൂട്ടിയാൽ മതി. ഒരു ഭഗവാൻ ഒരു ദേവതാ രൂപത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഈ പാഠം മനസ്സിൽ ഓർക്കണം. എന്തെങ്കിലും കൊടുത്താൽ അത് ഞാൻ, അതുകൊണ്ടല്ലേ വേദത്തിൽ യജ്ഞത്തിൽ ഇതം ന മമ എന്നാണ്, ഇതൊന്നും എൻ്റെതല്ലെന്നാണ്. എന്തു നെയ്യ് ആജ്യം കൊടുത്താലും എന്തു കൊടുത്താലും യജ്ഞത്തിലേക്ക് അഗ്നിയിലേക്ക് എന്ത് കൊടുത്താലും അവിടെ മനോഭാവം എന്താണ്? ഇതം ന മമ, ഇത് എൻ്റെതല്ല എന്നാണ്. ഇപ്പം ഈ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന ഓട്ടുരുളിയും കിണ്ടിയും ഒക്കെ പേരെഴുതി സ്റ്റാമ്പ് ഒട്ടിച്ചും കൊടുക്കുന്നത് എത്ര അല്പത്തമാണ്. എന്നിട്ട് അവൻ ഭാഗവതം കേട്ടിട്ടും കുറി വരച്ചിട്ടും കാര്യമുണ്ടോ? കാര്യമേ ഇല്ല. എന്ത് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തോടെ ചെയ്താൽ അത് കർമ്മം മാത്രമാണ്. കർമ്മമുണ്ടെങ്കിൽ കർമ്മഫലവുമുണ്ട്. കർമ്മപാശം കെട്ടി വരിയും. ഇപ്പം ഈ കയറ് കുടുങ്ങാതിരിക്കുക എന്ത് ചെയ്യണം? കർമ്മയോഗം ചെയ്യണം. കർമ്മയോഗം എന്താണ്? ഈ പണം തന്നതും ഭഗവാൻ, ഇത് വാങ്ങിക്കുന്നതും ഭഗവാൻ, ഞാനൊരു ഏജന്റ് മാത്രമാണ്, എനിക്ക് എൻ്റെതല്ല ഇത് എന്ന ഭാവമുണ്ടോ? കർത്തൃത്വ ബോധമില്ലെങ്കിൽ അത് കർമ്മയോഗം, കർത്തൃത്വ ബോധമുണ്ടെങ്കിൽ അത് കർമ്മം മാത്രമാണ്. ഇത് ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കർമ്മയോഗം. ചില ആൾക്കാർ പറയും ഞാൻ ഗീതയിലെ കർമ്മയോഗമാണ് ചെയ്യുന്നത്, ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നോ, ഞാൻ ചെയ്യുന്നത് ബോധം വന്നാൽ അത് കർമ്മയോഗമല്ല. ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത വന്നാൽ അത് അഹന്താജന്യമാണ്, അത് വെറും കർമ്മമാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഇതെല്ലാം ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, ഞാൻ ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്താൽ അത് കർമ്മയോഗമായി. തൻ്റെ അഹന്ത അതിൽ കലർന്നോ?
അത് കർത്തൃത്വബോധമാണ്, അജ്ഞാനമാണ്, അതുകൊണ്ട് ദോഷമുണ്ട്. അതുകൊണ്ട് വാട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് ആബ്സല്യൂട്ട് സെൽഫ്ലെസ്നെസ്. ഡോണ്ട് തിങ്ക് അബൌട്ട് എ സെൽഫിഷ് മോട്ടീവ്. ഒരു സ്വാർത്ഥമായ ആഗ്രഹത്തെ ചിന്തിച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. ഇന്നലെ എൻ്റെ ഈ സുന്ദരകാന്ഡത്തിൻ്റെയും ദേവീമഹാത്മ്യത്തിൻ്റെയും മറ്റും റെഗുലർ ക്ലാസ്സസ് ഉണ്ട് നമുക്ക് ഓൺലൈനായിട്ട്. അപ്പം അതിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അതായത് ക്ഷേത്രത്തിൽ പോയിട്ട് പല ഭക്തരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? ആഗമം പറയുന്നത് കരഞ്ഞു പ്രാർത്ഥിക്കരുത് എന്നാണ്. ക്ഷേത്രത്തിൽ വന്ന് നെഞ്ചത്തടിച്ചിട്ട് അയ്യോ അമ്മേ ദൈവമേ അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ ക്ഷേത്രം ഒരു പ്രത്യേക രീതിയിൽ തന്ത്രി മുറുക്കി വെച്ചിരിക്കുന്ന വീണ പോലെ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഊർജ കേന്ദ്രമാണ്. ആ ഊർജത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഗുരുവായൂരപ്പനെ കണ്ടാൽ കരയാതിരിക്കുന്നത് എങ്ങനെ എന്നൊരു മറുചോദ്യം വരാം. അല്ലെങ്കിൽ ഊരകത്തമ്മയെ കണ്ടാൽ കരയാതിരിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പനെ കണ്ടാൽ കരയാതിരിക്കുന്നത് എങ്ങനെ? ഈശ്വര ദർശനത്തിന് വേണ്ടി കരയാം എന്ന് വെച്ചാൽ മീരാബായിയെ പോലെ, പൂന്താനത്തെ പോലെ, കുചേലനെ പോലെ, അക്ക മഹാദേവിയെ പോലെയൊക്കെ നിങ്ങൾക്ക് ഈശ്വരനെ മാത്രം മതി, ഭഗവാനെ കണ്ടാൽ മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എങ്കിൽ എവിടെയും കരഞ്ഞും പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഭൗതികമായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, വല്ലാതെ കരഞ്ഞു നിലവിളിച്ചാൽ അത് നടക്കാതിരിക്കാനാണ് സാധ്യത. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വീട്ടിലൊക്കെ പ്രാർത്ഥിച്ചോ, വീട്ടിൽ കിടന്ന് കരയോ തലയിട്ടടിക്കുകയോ നെഞ്ചത്തടിക്കുകയോ ഒക്കെ ചെയ്തോ. ക്ഷേത്രത്തിൽ വന്നാൽ അവിടെ രാജാവിനെ കാണാൻ പോകുന്ന പ്രജയുടെ ഭാവമാണ് വേണ്ടത്. ഇതാണ് ശരിയായ ഭാവം. ഞാൻ ശാസ്ത്രത്തിലുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. കാരണം ഒരുപാട് പ്രഭാഷകർ പ്രഭാഷിച്ച് നശിപ്പിച്ച് വെച്ചൊരു മതമാണ് ഹിന്ദു മതം. അതുകൊണ്ട് പ്രമാണം പറഞ്ഞ ആൾക്കാർക്ക് വിചിത്രമായി തോന്നാം. പ്രമാണം പറഞ്ഞാൽ വിചിത്രമായി തോന്നാം, പക്ഷെ ഞാൻ പറയുന്നത് പ്രമാണമാണ്. ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉണർത്തിക്കാനുള്ള ഇടമാണ്. ഇപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോകുന്നു. ഇപ്പോൾ ശക്തൻ തമ്പുരാനെ പോലെ വലിയൊരു രാജാവാണെന്ന് വിചാരിക്കാം. അതിനൊരു കഥയുണ്ട് ഐതിഹ്യമാലയിൽ. ഒരു സ്ത്രീ, സുന്ദരിയായൊരു നായർ സ്ത്രീ, അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് അതേപടി പറയുകയാണ്. ഞാനായിട്ട് ഏതെങ്കിലും ജാതിയെ ഉയർത്തി പറയോ താഴ്ത്തി പറയുകയോ ചെയ്യില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്കാണ് ഈ പഴി മുഴുവൻ. സുന്ദരിയായ ഒരു സ്ത്രീ, ഒരു നായർ സ്ത്രീ, എല്ലാ ദിവസവും രാവിലെ വടക്കുന്നാഥനെ തൊഴാൻ വരും. അപ്പോൾ അവിടെ ശക്തൻ തമ്പുരാനെ ഏൽപ്പിച്ചിരുന്ന ഒരു ഭടൻ, കാവൽക്കാരൻ അവിടെ നിൽക്കും. ഒരു തണ്ടാൻ എന്നാണ് അവനെ വിളിക്കുന്നത്. തണ്ടാൻ എന്നൊരു ജാതിയാണ്. അവനാവട്ടെ അതിബലിഷ്ഠനാണ്, ശരീരം ഉരുക്കുപോലത്തെ ശരീരമുള്ള, അവൻ സെക്യൂരിറ്റി ആണല്ലോ. അപ്പം ഇയാൾക്ക് എന്നും ഈ സ്ത്രീ വരുന്ന കാണുമ്പോൾ ഇവളിൽ ഒരു അനുരാഗം, ഇവളെ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം മനസ്സിൽ. എല്ലാ ദിവസവും ഇവളുടെ അടുത്ത് പോയി ഇങ്ങനെ നോക്കും. അവളൊന്നും മിണ്ടില്ല, അവൾ തൊഴുത് തിരിച്ചു പോകും. അപ്പോൾ ഇവൾക്ക് പേടിയായി, എന്നും ഈ തണ്ടാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു പേടി. ഒരു ദിവസം അവൻ ധൈര്യപൂർവ്വം അവളുടെ പോയി പറഞ്ഞു, എനിക്ക് നിങ്ങളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട്. കല്യാണം കഴിക്കുക എന്നാണോ പറഞ്ഞത് അതോ വേറെ എന്തെങ്കിലും ആവശ്യമാണോ പറഞ്ഞതെന്നും അറിയില്ല. ആ സ്ത്രീ പേടിച്ചു പോയി. അയ്യോ എന്താ? അപ്പം ഇവരിത്തിരി ബുദ്ധിമതിയാണ്. എന്താണ്? ഇവനോടിപ്പം വേണ്ടെന്ന് മുഖത്തടിച്ച് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഇവൻ രാജാവിൻ്റെ ഭടനാണ്. ഇവൻ എന്നെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് പറഞ്ഞ് പിടിച്ച് അകത്താക്കാൻ പറ്റും. എൻ്റെ കുടുംബസ്വത്തൊക്കെ രാജ്യം കൊണ്ടുപോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഇവനോട് ഇപ്പം വേണ്ടാന്ന് പറയണ്ട, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അവൾ പോയിട്ട് പൊറുതി മുട്ടിയപ്പോൾ ശക്തൻ തമ്പുരാനെടുത്ത് പോയി. തമ്പുരാനെടുത്ത് പോയി മുഖം കാണിക്കുക എന്നല്ലേ പറയുക? രാജാവിനെ മുഖം കാണിക്കുക. അത് തന്നെയാണ് ക്ഷേത്രത്തിലും. ദേവനെ മുഖം കാണിക്കുക, അത്രയേ വേണ്ടൂ. ഉള്ളിൽ പരാതികളൊക്കെ പറയാം. അതിനുവേണ്ടി ഒരു വഴിപാടും ചെയ്യാം. അവിടെ കിടന്ന് നിലവിളിക്കരുത്. ചില സ്ത്രീകൾ ലേശം ഓവറല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പുരുഷന്മാരങ്ങനെ കണ്ടിട്ടില്ല. സ്ത്രീകൾ കുറച്ച് ഓവറാണ് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവൾ പോയിട്ട് ശക്തൻ തമ്പുരാനെ മുഖം കാണിച്ചു. ആകെ വിഷണ്ണയാണ്, ദുഃഖിതയാണ് അവൾ. ഇപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ ഇങ്ങനെ അവിടുത്തെ തണ്ടാൻ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്നിങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. അവനാണെങ്കിൽ അതിശക്തനാണ്, അവനോട് എതിർക്കാൻ എനിക്ക് വയ്യ. അങ്ങയോട് പരാതി ഉയർത്തിക്കുകയാണ്. ഉടനെ രാജാവ് വിചിത്രമായൊരു വിധി പുറപ്പെടുവിക്കുകയാണ്. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ സാധിച്ചു കൊടുക്കണം. രാജാവ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ തണ്ടാൻ പറഞ്ഞിരുന്നത് ഇന്ന ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ ഇന്നടുത്ത് വരാനാണ് അവളോട് പറഞ്ഞിരിക്കണേ. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് രാജാവിൻ്റെ അടുത്ത് ഇവള് മുഖം കാണിച്ച് പരാതി പറഞ്ഞത്. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെ അവനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നടത്തി കൊടുക്കണം, ഇവിടുന്ന് കൽപ്പനയാണ് എന്ന് പറഞ്ഞു. കൃത്യാസമയത്ത് അവൻ അവിടെ എത്തണം എന്ന് പറഞ്ഞു രാജാവ് ഇവളോട്. ഇവള് പിന്നെന്താ ചെയ്യുക? രാജാവ് പോലും കൈയൊഴിഞ്ഞു, കരഞ്ഞും കൊണ്ട് വീട്ടിലേക്ക് പോയി.
എങ്ങനെയോ നേരം വെളുപ്പിച്ചു, കരഞ്ഞു കരഞ്ഞു. കാരണം തൻ്റെ പാതിവൃത്യം ഒരു ദുഷ്ടൻ കവർന്നെടുക്കാൻ പോവാണ്. വടക്കുന്നാഥനെ വരെ കുറ്റം പറഞ്ഞു. വടക്കുന്നാഥ, എന്നും നിർമ്മാല്യം തൊഴുതിട്ടും എന്നും രാവിലെ വന്ന് തൊഴുതിട്ടും ഇതാണോ ഫലം? എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ ആൾക്കാർ പൂജിക്കണമെന്ന് വെച്ചിട്ട് ഇവർ കരയാണ്. സ്ത്രീ ഭയങ്കര കരച്ചില്ല, രാത്രി മുഴുവൻ വീട്ടിൽ കിടന്നിട്ട്. രാവിലെ അപ്പം രാജാവിൻ്റെ ശാസനയല്ലേ, അനുസരിച്ചില്ലേ തല ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് അവൾ പറഞ്ഞ സമയത്ത് അകത്ത്, ആ പറഞ്ഞ സ്ഥലത്ത് വീട്ടിനകത്ത് പോയിരുന്നു. ഒരു 10 മണിക്കാകുമ്പോഴേക്കും നല്ല ചന്ദനലേപ സുഗന്ധമൊക്കെ പൂശി നമ്മുടെ തണ്ടാൻ നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് അങ്ങോട്ട് വരികയാണ്. ഇപ്പം രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ നല്ല ചെണ്ടക്കാരെ ഏർപ്പെടുത്തി. ആ സമയത്തേക്ക് നല്ല നല്ല ചെണ്ടക്കാരെ കുറേ ആളെ ഏർപ്പെടുത്തി അവിടെ വരാൻ പറഞ്ഞു ആ സ്ഥലത്ത്. പിന്നെയോ നല്ല കൈക്കരുത്തുള്ള ഒരു 5 സേവകരെയും കൂട്ടി രാജാവ്. കുറേ എണ്ണയും കുറേ തുണിയും പന്തവും കൈ കരുതി. പകലാണ് കേട്ടോ. ഇവൻ ഈ ഗൃഹത്തിൻ്റെ മതിൽ കടന്ന് അങ്ങോട്ട് വരികയാണ്. ഇവൻ വലിയ ആഗ്രഹം ഇപ്പം സാധിക്കും, രാജാവ് വരെ എനിക്ക് അനുകൂലമാണ് എന്ന് കരുതി ഇവൻ ഇതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. ഈ അവളിരിക്കുന്ന വീടിനകത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ അവൻ്റെ മുടിയിൽ പിടിച്ചിട്ട് ശക്തൻ തമ്പുരാൻ അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ട് ഒരു പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ എണ്ണയിൽ മുക്കിയ തുണി അവൻ്റെ ദേഹം മുഴുവൻ ചുറ്റി കെട്ടിയിട്ട് പന്തം കൊളുത്തി. അപ്പോഴേ ചെണ്ടക്കാരുടെ മേളം തുടങ്ങാൻ പറഞ്ഞു. എന്താ കാര്യം? ആരും എൻ്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ. അങ്ങനെ കത്തിച്ച് കളഞ്ഞു എന്നാണ്. അപ്പം കരയാതെ പറഞ്ഞാൽ എളുപ്പം കാര്യം നടക്കും. കരണ്ടൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ട് ബക്കറ്റിലേക്ക് കരഞ്ഞോളൂ. ശക്തൻ തമ്പുരാൻ അങ്ങനത്തെ രാജാവായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ രാജാക്കന്മാരെ സ്ത്രീകൾ എന്തൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പെൺകുട്ടിയെ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും ചേർന്ന് പീഡിപ്പിച്ചു കഴിഞ്ഞ ദിവസം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പോയാൽ നീതി കിട്ടുമോ? പ്രയാസമാണ്. ശക്തൻ തമ്പുരാൻ അങ്ങനത്തെ ആളാണ്, തമ്പുരാൻ തന്നെയാണ്. നിങ്ങളെ സുഖിപ്പിക്കൊന്നുമില്ല, നീതി നടപ്പാക്കും. ഇപ്പം സുഖിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ശക്തമായ നടപടി കൈക്കൊള്ളുമെന്ന് പറയും, ഒരു നടപടിയും കൈക്കൊള്ളില്ല. ശക്തൻ തമ്പുരാനോട് എങ്ങനെയാണോ ആ സ്ത്രീ പോയിട്ട് പരാതി പറഞ്ഞത്, അതുപോലെ വേണം ഭഗവാനോട് നിങ്ങൾ പരാതി. നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവും, വിഷമമുണ്ടാവും, അത് അവിടെ നിങ്ങൾ വിങ്ങി പൊട്ടാതെ തൊഴുത് വണങ്ങി പ്രാർത്ഥിക്കണം. ആണുങ്ങളോടൊരു കാര്യം, ആണുങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഡിങ്കൻ്റെ മാതിരിയാണ്. ഡിങ്കൻ എന്ന് പറഞ്ഞിട്ട് പഴയ കഥാപാത്രമുണ്ട്, പൂമ്പാറ്റ ബാലരമ്മ പഴയതിൽ, ബാലമംഗളം അതിലുള്ളതാണ്. ഷർട്ട് ഊരണം, ഊരിയിട്ട് ഇടത്തെ കൈത്തണ്ടയിലിടണം. മേൽവസ്ത്രം ഉണ്ടെങ്കിൽ അത് ഡിങ്കൻ്റെ മാതിരി പുതച്ച് പോകരുത്. അതാണ് ഡിങ്കൻ എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് അധികാരികളൊക്കെ നല്ല കസവുള്ള സാധനം അങ്ങനെ ത്രികോണാകൃതിയിൽ പുതച്ചിട്ട് പോകാൻ പാടില്ല. ഊരിയിട്ട് ഉത്തരീയം ഊരി ഒന്നല്ലെങ്കിൽ ഇടത്തെ കൈത്തണ്ടയിലിടണം, അല്ലെങ്കിൽ അരയിൽ കെട്ടണം. എന്നിട്ട് ദേവനെ കാണാം. എന്തുകൊണ്ട്? ദേവന് നാട്ടുരാജാവിൻ്റെ സ്ഥാനമാണ്. രാജാവിനെ മുഖം കാണിക്കാൻ പോകുന്ന അതേ പാരമ്പര്യമാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ ഉത്തരീയം ഇട്ടുകൂടാ. എന്നോടൊരാൾ പറഞ്ഞു, അയാൾ വലിയ ശാസ്ത്രജ്ഞനൊക്കെയാണ്. അയാൾ പറഞ്ഞു, ദേവനെ കാണാൻ പോകുമ്പോൾ സ്ത്രീകൾ മുഖം മറയ്ക്കരുത്, പുരുഷൻ മാറുമറയ്ക്കരുത്. എന്താ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയണേ, ദേവന്റെ ചൈതന്യം സർപ്പളാകൃതിയിൽ വന്നിട്ട് പുരുഷന്റെ നെഞ്ചത്തൂടെയാണ് അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഷർട്ട് ഇടാൻ പറ്റില്ല. സ്ത്രീകൾ മുഖവും മറയ്ക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വല്ലാത്തൊരു ചൈതന്യം തന്നെയാണ്. ചൈതന്യം എന്ന് പറയാൻ ശക്തി ഉണ്ടാവില്ല. കന്മതിൽ പോലും തുളയ്ക്കാൻ ശക്തി ഉണ്ടാവണ്ടേ? ഈ നെഞ്ചും കൂടി തുളച്ച് ഒരു ഷർട്ട് തുളയ്ക്കാൻ പറ്റാത്ത ചൈതന്യം എന്ത് ചൈതന്യാണ്? അപ്പം അതല്ല അതിൻ്റെ കാരണം. അതിൻ്റെ കാരണം രാജാവിന് ദേശത്തിൻ്റെ ദേവതയ്ക്ക് ദേശത്തിൻ്റെ രാജാവിൻ്റെ സ്ഥാനമുണ്ട്. ഗുരുവായൂരപ്പനാണെങ്കിലും കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിലും ചോറ്റാനിക്കര ഭഗവതിയാണെങ്കിലും ഇവിടുത്തെ ശാസ്താവാണെങ്കിലും ഈ നാടിൻ്റെ രാജാവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിലവിളിക്കുക, തലയിട്ടൊരയ്ക്കുക ഒന്നും പാടില്ല. അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ പാലിച്ചുകൊണ്ട് മാത്രമേ തൊഴാൻ പാടുള്ളൂ. അവിടെ കിടന്ന് നിലവിളിക്കരുത്. നിലവിളിച്ചാൽ അവിടെ ശാസ്താവ് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ല, ശാസ്താവിൻ്റെ കൂടെ പല പല ഗണങ്ങളുണ്ട്. അവർക്ക് ഡിസ്റ്റർബൻസ് വരും. അവർ ചിലപ്പോൾ ശപിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. അപ്പം അങ്ങനെയൊക്കെ കണ്ണിന് കാണാത്ത ഒരുപാട് സാധനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആഗമം പറയുന്നത് അവിടെ കിടന്ന് നിലവിളിക്കരുത് എന്നാണ്. നിങ്ങൾക്ക് പരാതി പറയാം, മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും ആ പരാതി ഉണർത്തിക്കുകയും യഥാശക്തി വഴിപാട് കഴിക്കുകയും ചെയ്യണം. എന്തെങ്കിലും ദേവന് വേണ്ടിയിട്ട്. അല്ല, ഇനി വഴിപാട് കഴിക്കാൻ പൈസയില്ലേ, സ്വന്തം വീട്ടുമുറ്റത്ത് നന്ദ്യാർവട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല പുഷ്പങ്ങളൊക്കെ അല്പാൽപ്പം ശേഖരിച്ച്, പണ്ടൊക്കെ സ്ത്രീകളൊക്കെ അങ്ങനെയാണ് പോയിരുന്നത്. പൂക്കളാവാം, എണ്ണയാവാം, തിരിയാവാം, ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള കാര്യമാവാം. വെറും കൈയോടെ കൈ വീശി വരരുത്. എന്തെങ്കിലും ദേവന്, പണ്ട് രാജാവിനെ കാണാൻ പോകുമ്പോൾ കാണിക്ക സമർപ്പിക്കും അല്ലേ?
അതുപോലെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ശക്തിക്കനുസരിച്ച്, ഇതൊക്കെ പറഞ്ഞപ്പോൾ വലിയ ദേഷ്യ. അപ്പോൾ പിന്നെ രാജാവിന് കാണിക്ക കൊണ്ട് കൊടുക്കണം. പാർട്ടി ഓഫീസിൽ എത്ര ലക്ഷം കെട്ടി വെച്ചാലും കുഴപ്പമില്ല, അമ്പലത്തെ ദൈവത്തിനെ കുറ്റുള്ളൂ. പാർട്ടിക്കാർ പറയുകയാണ് ഇനി നീ നിന്റെ പറമ്പെന്ന് തേങ്ങ ഇടാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ തമ്പരാനേന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ക്ഷേത്രത്തിൽ ഒരു പഴം കൊടുത്താൽ കുറ്റം പറയുന്നത്. കേരളത്തിലെ കഥയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ വൈദിക കാലവുമായിട്ട് എന്താ ബന്ധം നോക്കാം. വേദകാലഘട്ടത്തിൽ യജ്ഞങ്ങളാണ്, നാട് മുഴുക്ക യജ്ഞങ്ങളാണ്. ഇഷ്ടി എന്ന് പറയുന്നത്, ഇഷ്ടി വെച്ചാൽ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ. പുത്രകാമേഷ്ടി അല്ലേ, ദശരഥ മഹാരാജാവ് മക്കളില്ലാത്തപ്പോൾ പുത്രകാമേഷ്ടി ചെയ്തു. ദശരഥ മഹാരാജാവിന് പരാശര മുനി ഉപദേശിച്ചു എന്നാണ് പറയുക. ശിവന്റെ മന്ത്രം, പരമശിവന്റെ മന്ത്രം ഉപദേശിച്ചു ദശരഥന് സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. യാഗം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട്, ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട്, ആ ആഗ്രഹം ഇഷ്ടം എന്നാണ് പറയാം അല്ലേ, ഇഷ്ടം നടക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഇഷ്ടി, യാഗം, വേദകാലത്തെ യാഗം. ആ ഇഷ്ടികൾ ഇന്ന് കാണാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ദ്രവ്യശുദ്ധി ഇല്ല. ഇപ്പം നല്ല നെയ്യ് കിട്ടാണ്ടോ, നല്ല മോര് കിട്ടാണ്ടോ, നല്ല വാല് കിട്ടാണ്ടോ, ഒരു സാധനം കിട്ടാനില്ല. ഉണ്ടോ? തൈര് കൊണ്ട് ചെയ്യാം, ദധിനിയ എന്ന് പറയും. അതായത് പാലിൽ നിന്നുണ്ടാക്കിയതിനാൽ ജുഹുയാത്ത്, ഹോമം ചെയ്യണം. പാല് കൊണ്ട് ചെയ്യാം, ആജ്യം നെയ്യ് കൊണ്ട് ചെയ്യാം, വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് ഹോമം ചെയ്യാം. ഈ ഹോമം ചെയ്യാൻ ഇന്ന് ഈ വിശിഷ്ട വസ്തുക്കൾക്ക് ശുദ്ധി ഉണ്ടോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്താം? വളരെ പ്രയാസമാണ്. ഇന്നൊക്കെ ഉണ്ടാകുന്ന പാക്കറ്റ് പാലുകൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് പാൽ പാക്കറ്റ് ഉണ്ടാക്കണു. ഇതൊക്കെ പശു അറിഞ്ഞിട്ടാണോ ആവോ? ഇത്രയും പശുക്കൾ കേരളത്തിലുണ്ടോ? ഇല്ലാന്ന് എൻ്റെ അറിവ്. ഉണ്ടെങ്കിൽ തന്നെ അത് വയറ്റിനകത്താവും. മനസ്സിലായില്ല? ഇതിനെ വെട്ടി തിന്നും. കേരളത്തിലെ രാവിലെ 7 മണിക്ക് എന്താ കഴിക്കാനുള്ളത്? ബീഫും പൊറോട്ടയും. വേറൊരു നാട്ടിലും കിട്ടില്ല. 7 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടോ? എന്താ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ കോഴിക്കോട്, അല്ലെങ്കിൽ ഒരാളെൻ്റെ വായി കയറാൻ നോക്കുക, അയാൾ ഓടിക്കട്ടെ. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഇവിടെയൊക്കെ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് മാടിനെ വെട്ടി. അപ്പം ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ കഴിക്കാവൂ എന്നൊരു നിർബന്ധം പറയല്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മറ്റൊരു ജീവിയുടെ വേദനയും കണ്ണീരും കലർന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല ആഹാരമാണോ എന്നൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം. പിന്നെ ഇതിനെ എതിർക്കുന്ന ചില ഫേസ്ബുക്ക് പണ്ഡിതന്മാരുണ്ട്. അവരെന്താ പറയുന്നത് വെച്ചാൽ, അല്ല നിങ്ങൾ കുമ്പളങ്ങ മുറിക്കണോ, നിങ്ങൾ മുരിങ്ങ എല്ലാം പറിക്കുന്നു, അതിനും ജീവനില്ലേ, പിന്നെ അതും ഇതെന്താ വ്യത്യാസം? അപ്പം ഇവനൊരു വിവരമില്ല, ഇവൻ 5ാം ക്ലാസ്സിൽ അപ്പുറം പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. ചെടികൾ വളരുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് റീജനറേഷനിലാണ്. ചെടികൾ എപ്പോഴും മുറിച്ചാലേ വളരൂ. എന്നാൽ ഒരു പോത്തിൻ്റെ കാല് വെട്ടിയാൽ അവിടെ വേറെ കാല് മുളയ്ക്കോ? ഇല്ല. അതാണ് വ്യത്യാസം. ചെടികൾ മുറിച്ചാൽ വളരും. ഒരു മുരിങ്ങയിൽ അവിടുന്ന് പറിച്ചാൽ വേറെ അവിടെ വരും. ചെടികൾക്ക് അതുകൊണ്ട് മരണം സംഭവിക്കുന്നില്ല. ഒരു പെയിൻ, അതായത് വേദന ഉണ്ടാക്കുന്ന ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഇല്ല അവർക്ക് പെയിൻ സെൻസേഷനേ ഉള്ളൂ. പെയിൻ അല്ല, അവർക്ക് അറിയാം ജീവനുണ്ട്, ലൈഫുണ്ട്. പക്ഷേ ഈ ഒരു പെയിൻ ഉളവാക്കുന്ന, വേദന അറിയിക്കുന്ന ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ചെടികൾക്ക് ഇല്ല. മാത്രവുമല്ല, മുറിച്ചാലേ അവ വളരൂ. പോത്തിൻ്റെ കഴുത്ത് വെട്ടിയാൽ വളരുമോ? കോഴിയുടെ കാല് വെട്ടിയാൽ വളരുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അനിഹിലേഷനാണ്. ഒരു ജീവനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. എന്തിനു വേണ്ടി? എനിക്ക് 2 ഇഞ്ച് മാത്രം രുചി അറിയുള്ളൂ അല്ലേ, നാവിൻ്റെ 2 ഇഞ്ച് മാത്രമേ രുചി അറിയുള്ളൂ. ആ 2.5 ഇഞ്ച് സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ജീവിയെ കൊല്ലുകയാണ് ഞാൻ. വിശ്വവിഖ്യാതനായ നോവലിസ്റ്റ് ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞായറാഴ്ച മാംസം വാങ്ങാൻ വേണ്ടി ഒരു സ്ലോട്ടർ ഹൗസിലേക്ക് പോയി. അവിടെ കുറച്ചുകൂടി ഭേദമാണ് സ്ഥിതി. എന്താ വെച്ചാൽ സ്ലോട്ടർ ഹൗസൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ മാതിരി തുണിക്കടയിലെ തുണിയിട്ട മാതിരി ഇങ്ങനെ പോത്തിൻ്റെ കാല് ഡിസ്പ്ലേ ചെയ്യില്ല. അവിടെ സ്ലോട്ടർ, വൃത്തിയുള്ള സ്ലോട്ടർ ഹൗസസ് ആണ്, അറവുശാലകളാണ്. ഈ കുഞ്ഞ് അച്ഛൻ്റെ കൂടെ ചെന്നപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. എന്താണ്? കൊല്ലാൻ വേണ്ടി ഒരു പശുവിനെയും അതിൻ്റെ കിടാവിനെയും കൂടി വലിച്ചുകൊണ്ട്, പശുവിനെയാണ് വലിച്ചുകൊണ്ട് പോണത്. കിടാവ് ഒട്ടി ഒട്ടി അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഒട്ടി ഒട്ടി നിന്ന് കരയാണ്. അമ്മയും കണ്ണീരൊട്ടി കരയാണ്. തള്ളപ്പശുവും കുഞ്ഞിപ്പശുവും. തള്ളപ്പശുവിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞിപ്പശു ഒട്ടി ഒട്ടി നിന്ന് കരയാണ്. അമ്മ 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 എന്ന് കരയാണ്. തള്ളയും കരയാണ്.
ഒറ്റ കുത്തിനെ താഴ്ത്തിട്ടിട്ട് അറുത്തു. ഈ പശു, കുഞ്ഞി പശു നിലത്ത് വീണ് കരയാണെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ട ശേഷം അയാൾ പറഞ്ഞു, ഈ ജീവികൾ, നിഷ്കളങ്ക ജീവികൾക്കും ബന്ധമുണ്ട്, അമ്മ മകൻ എന്നുള്ള ബന്ധമുണ്ട്. ആ ജീവികളുടെ വേദന തിന്നിട്ട് എനിക്ക് വിശപ്പടക്കണ്ടെന്ന് അയാൾ തീരുമാനിക്കുകയും അയാൾ ഒരു സസ്യാഹാരിയെ തീരുകയും ചെയ്തു. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഈസ്തെറ്റിക്സ്, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഹ്യൂമാനിറ്റി. ഗീതയിൽ പറഞ്ഞല്ലോ, സകല ജീവജാലങ്ങളോടും നിങ്ങൾ മൈത്രിയും കരുണയും ഉള്ളവരായിരിക്കണമെന്ന്. ക്രിസ്ത്യാനി പറഞ്ഞ് എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. നമ്മൾ അവിടെ നിർത്തിയില്ല, അയൽക്കാരൻ മാത്രം പോരല്ലോ. നമ്മൾ പറഞ്ഞു, അയൽക്കാരൻ്റെ പശുവിനെ എനിക്ക് വേണ്ട, അയൽക്കാരൻ്റെ കോഴി എനിക്ക് വേണ്ട, അതൊക്കെ ജീവിച്ചോട്ടെ. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കട്ടെ, എല്ലാം ജീവിക്കട്ടെ. ആയുസ് പൂർത്തിയാക്കാൻ എല്ലാവരും അനുവദിക്കുക. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ അക്രമ സമരങ്ങളിൽ, അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എത്രയോ 300-400 പേര് കൊല്ലപ്പെട്ടു. എന്താ അവർ തിന്നാത്തത് എനിക്ക് അത്ഭുതം. അത് തിന്നൂടെ അവർക്ക്? അങ്ങനെ വെട്ടിയിട്ടാൽ മതിയോ? ഇത് തിന്നിട്ട് അതുകൊണ്ട് ഇറച്ചി വേവിച്ചിട്ട് കൊടുത്തൂടെ കുറേ ആൾക്ക്? ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. അയ്യോ എന്താ ക്രൂരത പറയണേ, അപ്പോൾ കൊല്ലുന്ന ക്രൂരല്ലേ? ഞാൻ പറഞ്ഞത്, മനുഷ്യൻ കാനിബലിസത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് കേട്ടോ. മനുഷ്യനെ തിന്നുന്നൊരു കാലം വരും. അങ്ങോട്ടുള്ള പോക്കാണത്. കാരണം രുചി മുകുളങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല എന്ത് തിന്നിട്ടും. ഞാൻ തായ്ലാൻഡിലാണോ തായ്വാനിലാണോ എന്നറിയില്ല, ഏതോ ഒരു രാജ്യത്ത് ഈ നമ്മളിവിടെ കരിക്ക് വെട്ടിത്തരില്ലേ, കരിക്ക് വെട്ടിയിട്ട് കുടിക്കാൻ തരും. അതുപോലെ ഇത്രയുള്ള ഭരണി, കുപ്പി ഭരണികളിൽ കുഞ്ഞി കുരങ്ങന്മാരെ കൂട്ടിയിട്ടിരിക്കുകയാണ്, കുരങ്ങൻ്റെ കുട്ടികളെ. അദ്ദേഹം മുഴുവൻ അങ്ങനെ കെട്ടിയിട്ടിട്ട് എന്നെ ശ്വാസം മുട്ടിക്കും. അപ്പോൾ അതിൻ്റെ ഉച്ചി ഇങ്ങനെ പതച്ച് പൊന്തി വരും. അപ്പോൾ നമുക്കതിനെ തിരഞ്ഞെടുക്കാം ഏത് കുരങ്ങനെ വേണ്ടതെന്ന്. അപ്പോൾ തിരഞ്ഞെടുത്ത് അവരെടുത്തിട്ട് അതിൻ്റെ ഉച്ചി ചെത്തിയിട്ട് സ്ട്രോ ഇട്ട് തരും ജീവനോടെ. അങ്ങനെയുണ്ട് പരിപാടി. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. അതായത് നമ്മളെപ്പോലെ ഏകദേശം ഇരിക്കുന്ന, നിങ്ങളെപ്പോലെ എന്നെപ്പോലെയൊക്കെ ഇരിക്കുന്ന കുരങ്ങന്മാരെ പോലും തിന്നു തുടങ്ങി. കുരങ്ങൻ്റെ രക്തം വരെ കുടിച്ചു തുടങ്ങി. മനുഷ്യന് അന്ധമായ പോക്കാണ്. രുചിക്ക് സമാധാനം, എന്തൊക്കെ തിന്നാൽ രുചി കൂടുതൽ കിട്ടുന്ന അന്വേഷിച്ച് സമാധാനം ഇല്ലാതെ, തൃപ്തി ഇല്ലാതെ, കുട്ടി കുരങ്ങനെ മുഖം കണ്ടാൽ തന്നെ ഓമനിക്കാൻ തോന്നുന്ന കുരങ്ങനെ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് അതിൻ്റെ ഉച്ചി പതച്ചു വരുന്നത് ഈ നമ്മുടെ എന്തായാലും പറയുക, കരിക്ക് ചെത്തുന്ന പോലെ ചെത്തിയിട്ട് സ്ട്രോ ഇട്ട് കുടിക്കുന്നു മനുഷ്യർ. ഇവിടെയല്ല, ഇവിടെ വന്നിട്ടില്ല, വരും, ഉറപ്പായിട്ടും വരും. അപ്പോഴേക്ക് ഇവിടുന്ന് പോയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും കാണാൻ എന്നെ വെക്കരുതേ ഭഗവാനെ എന്നാണ് എൻ്റെ ചിന്ത. ഇപ്പം മനുഷ്യനെ തിന്നുന്നൊരു കാലം വരും, നോക്കിക്കോളൂ. കാരണം അത്രയ്ക്ക് അധപ്പതിച്ച് രുചിക്ക് വേണ്ടി, ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി എന്തറ്റം വരെയും പോവാൻ തയ്യാറായ, ധാർമ്മികതയുടെ ചിന്ത പോലുമില്ലാത്ത മനുഷ്യരാശിയാണ് വരുന്നത്. മക്കൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനും വൈഫൈ റീചാർജ് ചെയ്യാനും മാത്രമാണ് രക്ഷിതാക്കൾ. അറിയാമോ? ഒരു സ്നേഹവും ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നവർ അവർ നിങ്ങളെ നോക്കൊന്നുമില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വൈഫൈ റീചാർജ് ചെയ്യുന്ന നേരത്തെ അമ്മയോട് ചിരിക്കും, അച്ഛനോടും ചിരിക്കും. സോ ബിഹൈൻഡ് എവറി സ്മൈൽ ഓഫ് യുവർ ചിൽഡ്രൻ ദർ ഈസ് എ സെൽഫിഷ് മോട്ടീവ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിച്ചോ നന്നായിട്ട്, ഉറപ്പിച്ചോ എന്തോ നേടാനുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ തന്നെ ചെറുപ്പത്തിൽ എന്താ, മുത്തശ്ശിയൊക്കെ വെറുതെ കെട്ടിപ്പിടിക്കൂലേ? മുത്തശ്ശിയൊക്കെ വെറുതെ കെട്ടിപ്പിടിക്കുന്ന ഒരു സന്തോഷമാണ്. അമ്മയെ സ്കൂൾ വിട്ട് വന്ന ഉടനെ അമ്മയെ തിരയും, അമ്മയെന്ന് വിളിച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് വിട്ട് നമ്മളൊക്കെ വന്നിരുന്നത് അല്ലേ? എന്താണ് അതിൻ്റെ കാരണം? എന്താടി എന്നൊരു തിരിച്ച് വിളി കേട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. എന്നെങ്കിലും നമ്മൾ അങ്ങോട്ട് അമ്മയെന്ന് വിളിച്ച് കയറി ചിലപ്പോൾ വിളി കേൾക്കാത്തൊരു ദിവസം വരും. അന്ന് ആ ശൂന്യത അകറ്റാനാവാത്ത, അടയ്ക്കാനാവാത്ത ശൂന്യതയായിരിക്കും. അപ്പം നമ്മുടെ മോറൽ അങ്ങനെയാണ് പോയിക്കോളും. അപ്പം കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ നമുക്ക് എന്താ ചിന്ത? അമ്മയെന്ന് വിളിക്കും. അമ്മ എവിടെയുള്ളത്? പറമ്പിലാണോ, പശുവിൻ്റെ ആലയിലാണോ? അവിടെ പോയി കെട്ടിപ്പിടിക്കും. അമ്മയുടെ ദേഹത്ത് മഞ്ഞൾപ്പൊടിയുടെ മണം, അരിപ്പൊടിയുടെ മണം ഒക്കെ ഉണ്ടാവും. സ്പ്രേയുടെ മണമൊന്നും ഉണ്ടാവില്ല അല്ലേ? ചാണകത്തിന് മണം ഉണ്ടാവാം. അപ്പം അമ്മമാരെ കെട്ടിപ്പിടിക്കുന്നതിൽ ആ ഒരു എന്തൊക്കെയോ നന്മകളുടെ ഒരു മണം ആവാഹിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ പോയി. ഇനി അത് വരുമോ എന്നറിയില്ല, വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കുട്ടികൾ, ഇപ്പോൾ എന്നോട് പല പേരൻസും പറയും, ആ മോൻ എന്നോട് സംസാരിക്കുന്ന അവൻ എൻ്റെ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്. ഒരു പുതിയ ജീൻസ് വാങ്ങണം, അല്ലെങ്കിൽ ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജിൽ ഫീസ് അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ വൈഫൈ ചാർജ് ചെയ്യണം, അവൻ്റെ എന്തെങ്കിലും ആവശ്യം വരും മാത്രമാണ് എന്നോട് സംസാരിക്കുക. അല്ലാത്തപ്പോൾ ഞാനൊരു അനാവശ്യ വസ്തുവാണ് എന്നാണ് പല അമ്മമാരും എന്നോട് പറയുന്നത്. മുത്തശ്ശനൊക്കെ എന്നേ പോയി, അവരൊക്കെ അധികപ്പറ്റാണ്. അപ്പോൾ ഒരു രാജ്യം നിർമ്മിക്കുന്ന ചലച്ചിത്രങ്ങൾ
ആ രാജ്യത്തിൻ്റെ പൊതു മനസ്സിനെ കാണിക്കുന്നതെന്ന് പൊതുവെ പറയും. ഇന്നിറങ്ങുന്ന സിനിമകളിൽ ഒന്നും അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മുത്തശ്ശനും മുത്തശ്ശി ഇല്ലല്ലോ. എന്താ കാരണം? ഇവരൊന്നും ആവശ്യമില്ല. ഒരു തോക്കെടുക്കുക, കുറേ ആളെ വെടിവെച്ചില്ല, ചെവി മുറിക്കുക, തല മുറിക്കുക, സിനിമയായി. അപ്പോൾ ഈ അച്ഛനമ്മമാരോ അവരോട് ബന്ധപ്പെട്ടൊരു ജീവിതമോ അനാവശ്യമാണ് എന്ന് പറയുന്നതാണ് സിനിമ. ഒരു കാലഘട്ടത്തിൻ്റെ മനസ്സിൻ്റെ പരിച്ഛേദമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള സിനിമയിലൊന്നും ഇപ്പോൾ കവിയൂർപ്പന്നമൊക്കെ മരിച്ചു തന്നാൽ അവർക്ക് വെറുതെ ഈച്ചയായിട്ടിരിക്കേണ്ടി വന്നേനെ. ഒരു സിനിമയിലും വിളിക്കാൻ പോകുന്നില്ല ഇനി. അങ്ങനത്തെ സ്ത്രീകളെ വിളിക്കുമോ? അതിൻ്റെ ആവശ്യമില്ല. മുത്തശ്ശൻ മുത്തശ്ശി ഒന്നുമില്ല. ദിലീപ് കൂടി പോയതിന് ശേഷം അതോട് ആ പരിപാടി കഴിഞ്ഞു. ദിലീപിൻ്റെ സിനിമയോട് കഴിഞ്ഞപ്പോൾ കുടുംബ സിനിമ എന്നൊരു ചിന്ത പോയി. അപ്പം ഞാൻ പറയുന്നത്, ഇനിയുള്ള കാലത്ത് നമ്മളിങ്ങനെ ഇവൻ വെടിവെച്ച് കൊന്നു, ഇവൻ്റെ തല അറുത്ത് പന്ത് കളിച്ചു, ഇങ്ങനത്തെയൊക്കെ ക്രൗര്യത്തിനൊരു എൻഡ് വരെയാണ്. ക്രൗര്യത്തിൻ്റെയും ചിന്തിച്ച് തിരക്കഥ എഴുതിയവൻ്റെ മനസ്സെന്തായിരിക്കും? അപ്പം ചിന്തിച്ച് എത്ര ക്രൂരത ചെയ്യാമോ. ഈ രാവണനൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ കണ്ട തല ചുറ്റി വീഴും, 10 തലയും ചുറ്റി വീഴും. അയാൾക്കൊന്നും ഇങ്ങനെ ക്രൂരത ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ കാലഘട്ടം മാറി വരുന്നതോടുകൂടി വൈദികമായ സങ്കല്പത്തിൽ നമ്മൾ ഒരുപാട് മാറി വരികയാണ്. അങ്ങനെ പറ്റില്ല, എല്ലാവരും അങ്ങനെ മാറിയാൽ പറ്റില്ല. ഒരു ചെറിയ ശതമാനമെങ്കിലും ധർമ്മത്തോട് ഒത്തു നിൽക്കണം എന്നുള്ള ചിന്ത കൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ജ്ഞാനയജ്ഞങ്ങൾ, ഇതൊക്കെ ഈ പ്രഭാഷണം എന്നല്ല ശരിക്കും പറയേണ്ടത്, ജ്ഞാനയജ്ഞങ്ങൾ നടത്തുന്നത്. ചെറിയൊരു തലമുറയെങ്കിലും ഓക്സിജൻ സിലിണ്ടർ പോലെ കുറച്ചു പേരെങ്കിലും ധർമ്മത്തിൽ നിലനിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് വേദത്തിൻ്റെ അനുശാസനമാണ്. മാതൃദേവോ ഭവ, അമ്മ നിന്റെ പ്രത്യക്ഷ ദേവതയാണ്. പിതൃദേവോ ഭവ, അച്ഛൻ നിന്റെ പ്രത്യക്ഷ ദേവതയാണ്. ആചാര്യ ദേവോ ഭവ. ഇപ്പോൾ ഏതോ ഒരു കോളേജിലെ പ്രിൻസിപ്പള് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് കുഴിമാടുണ്ടാക്കി കൊടുത്തു കുട്ടികൾ. മഹാരാജാസിലാണോ അറിയില്ല, ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അവർ പോകുമ്പോൾ അവർക്ക് കുഴിമാടം, അവർ ചത്ത് തൊലയട്ടെ വെച്ചിട്ട് കുഴിമാടുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഒരു മന്ത്രി പറയാണ്, അന്നത്തെ ഒരു മന്ത്രിയാന്ന് തോന്നുന്നു, അയാൾ പറയാം അതൊരു ആർട്ട് ഇൻസ്റ്റലേഷനാണ്. കലാപരമായിട്ടുള്ള കുട്ടികളുടെ കലാപോഷണമാണ് നടന്നത്, ടീച്ചറെ ശവക്കുഴി ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം അതാണ് മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ. ആചാര്യൻ, പഠിപ്പിക്കുന്നയാൾ, ഗുരു പ്രത്യക്ഷ ദേവതയാണ്. പിന്നെയോ അതിഥി ദേവോഭവ, നമ്മുടെ വീട്ടിലേക്ക് തിഥി നോക്കാതെ കയറി വരുന്ന അന്നം ചോദിക്കുന്നവൻ ആരാണ്? ദേവതയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് അമ്മായി ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് വരുന്ന ആളല്ല. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വിഹ്വലനായി വിശന്നു വരുന്ന ഒരാൾക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് ഓരോ തറവാടിൻ്റെയും മഹിമയെ കാണിക്കുന്നതാണ്. പണ്ട് മിക്ക തറവാടുകളും പഠിപ്പുര അടക്കില്ല, ആരെയും വന്നച്ച കിടന്നോട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് ചിന്തിക്കാൻ പറ്റില്ല. ഉമ്മർത്ത് കടന്നു പല ആൾക്കാരും അങ്ങനെ വഴിപോക്കരൊക്കെ കടന്നു എണീറ്റ് പോവും, കുളത്തുനിന്ന് കുളിച്ചിട്ട് പോവും, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോവും. അപ്പോൾ ആഹാരം കൊടുക്കുക എന്നുള്ളത് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ധർമ്മമായിരുന്നു, ഇപ്പോഴല്ല. ഇപ്പം എങ്ങനെ ആഹാരം കൊടുക്കാതെ ഒഴിവാക്കാൻ നോക്കുന്ന ഒരാൾ വന്നാൽ, ആ കാര്യത്തിൽ ഞാൻ പലപ്പോഴും മുസ്ലിങ്ങളെ അനുമോദിക്കാറുണ്ട്. കാരണം അവരുടെ വീട്ടിൽ ചെന്ന് ആഹാരം കഴിപ്പിക്കാതെ വിടാറില്ല. അതിൻ്റെ ഭൗതിക ഐശ്വര്യം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഹിന്ദു എന്താ ചെയ്യുക? സ്വന്തം അനുജൻ വന്നാലും ഇവനെ എങ്ങനെ ഊണ് കൊടുക്കാതെ പറഞ്ഞയക്കാം എന്ന ചിന്തയാണ്. ഇപ്പം ക്രൗര്യം, ഇതൊക്കെ നമുക്കാണ് ആദ്യം വന്നത്, അല്ലേ? വീട്ടിലൊരാൾ വന്നാൽ ആദ്യം ചോദിക്കേണ്ട. ചില വീട്ടിൽ വേറൊരു തന്ത്രമുണ്ട്. എന്താ അറിയോ? ചെന്ന ഉടനെ വർത്തമാനം കുറേ കഴിഞ്ഞാൽ ചോദിക്കും, അല്ല കാപ്പി എടുക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ വേണമെന്ന് പറയുമോ? വേണ്ടെന്നല്ലേ പറയുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് നോ എന്ന് ആൻസർ തോണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം അതും ഇതൊക്കെ പായറ പറഞ്ഞിട്ട് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കരുത്. നോക്കൂ, നമ്മുടെ ദേവതകളാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും അതിഥികളാണെങ്കിലും ആര് വന്നാലും ഹിന്ദുവിൻ്റെ ധർമ്മം എന്താണ്? ആദ്യം പാദ്യം കൊടുക്കുക, കാല് കഴുകാനുള്ള വെള്ളം കൊടുക്കുക. കാരണം നടന്ന പാദങ്ങൾ തണുക്കുവാനും, പാദം തണുത്താൽ ചിന്തയും തണുക്കും. ഇപ്പം ദേഷ്യം പിടിച്ച് അച്ഛൻ വീട്ടിലേക്ക് വരികയാണ്, ആ കിഡ്ഡിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പാദം കഴുകിയ അച്ഛൻ്റെ ചൂട് കുറച്ച് കുറയും. അങ്ങനെയാണല്ലോ. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ പാദം കഴുകാൻ ആദ്യം വെള്ളം കൊടുക്കണം. ചോദിക്കേണ്ട കാര്യമില്ല, അയാൾ ചോദിക്കേണ്ട, നിങ്ങളും ചോദിക്കേണ്ട. പാദ്യം അവിടെ ഉണ്ടാവണം. പാദ്യം കൊടുത്താൽ പിന്നെ ആസനം, ഇരിക്കാനുള്ള സ്ഥലം, ഇരിപ്പിടം കൊടുക്കണം. ചോദിക്കരുത്, കൊടുക്കണം, ഇരിക്കൂ എന്ന് പറയണം. പിന്നെയോ അർഘ്യം, വെള്ളം കൊടുക്കണം. ഇനി നിങ്ങൾ ചായ, കാപ്പി, ഹോർലിക്സ്, ബൂസ്റ്റ് ഇത്യാദി ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല കുടിവെള്ളം കുടിക്കണം. പറ്റുമോ? ചോദിക്കേണ്ട ഇതൊന്നും. കുടിവെള്ളം കൊടുത്താൽ വേണ്ടെന്ന് പറയുന്ന ആരാണ്ടാവുക? ഇനി വേണ്ടെങ്കിൽ അയാൾ കുടിക്കേണ്ട വെച്ചോട്ടെ, എന്നാലും വേണ്ടില്ല. കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഇതൊക്കെ വൈദിക ധർമ്മം തന്നെയാണ്. അതിഥിക്ക്, ആചാര്യന്, അമ്മയ്ക്ക്, അച്ഛന്,
വെള്ളം കൊടുക്കുക. ആദ്യം പാദം കഴുകാൻ, ഇരിക്കാൻ ഇരിപ്പിടം, വെള്ളം. ഈ 3 കാര്യങ്ങളും കൊടുക്കാത്തവൻ എങ്ങനെ ഹിന്ദുവാകും? സ്വയം ചിന്തിക്കണം. നിങ്ങളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം. വീട്ടിൽ വരുന്നവർ ഒഴിവാക്കാൻ വേണ്ടിയാണോ ചായ വേണോ ചോദിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് തിരുത്താൻ വേണ്ടിയാണ് ഈ ജ്ഞാനയജ്ഞം. ഇതൊരു ഒരകല്ല് പോലെയാണ്. ഐ ആം ജസ്റ്റ് മിററിങ് യു. ഐ ആം എ മിറർ. യു ക്യാൻ ലുക്ക് അറ്റ് മീ ആൻഡ് കറക്റ്റ് യുവർ സെൽഫ്. ഐ ഡോണ്ട് വാണ്ട് ടു നോ അബൌട്ട് ദാറ്റ്. എനിക്കറിയണ്ട. നിങ്ങൾ സ്വയം തിരുത്തിയാൽ മാത്രം മതി. വേറൊരു ഐഡിയ ഉണ്ട്. ചില ബന്ധുക്കൾ ഒരാൾ വീട്ടിൽ ചെന്നാൽ പറയും, നീ കാപ്പി കുടിക്കാതെ വരുമോ? നീ കാപ്പി കുടിച്ചിട്ടല്ലേ വരുമോ? നീ അത്ര മിടുക്കാണെന്ന് പുകഴ്ത്തിയും കൊണ്ട് കാപ്പി കൊടുക്കാതെ വിടുക. ഇതൊന്നും ചെയ്യരുതേ, ഇതൊന്നും ലാഭമല്ല, നഷ്ടമാണ്. അതിഥി വന്നാൽ വേണ്ടത് കൊടുത്തു കൊള്ളണം. പിന്നെ ഇതിൻ്റെ വേറൊരു മറുപുറമുണ്ട്. എന്താണ്? ആതദായിനമായാന്തം ഹന്യാദേവ അവിചാരയൻ. മഹാഭാരതം പറയാണ്, 6 തെറ്റുകൾ ചെയ്യുന്നവനെ കണ്ടാൽ അപ്പോൾ കൊന്നോളന്നുമുണ്ട്. എന്താണ്? സ്വന്തം സ്ത്രീകളെ അപമാനിക്കുന്നവൻ, തട്ടിക്കൊണ്ടുപോലെ, പെണ്ണുപിടുത്തം, വീട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിക്കുക, അപമാനിക്കുക, ചിന്തിക്കാതെ കൊല്ലണം എന്നാണ് പറയുന്നത് മഹാഭാരതം. പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കൂലേ? പോലീസ് സംരക്ഷിക്കുമോ നമ്മളെ വീട്ടിനകത്ത് വന്നിട്ട്? ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നു, അന്യമതസ്ഥനായ ഒരുത്തൻ മെല്ലെ മെല്ലെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോകുന്നു. അതെന്താണ്? ആതദായിയാണ്. പിന്നെയോ, ഇന്ന് കൊല്ലാൻ പറയല്ലോ കേട്ടോ. കൊന്നിട്ട് ഇനി കേസായിട്ട് എന്നെ പറയല്ലേ, അടിക്കുകയും ചെയ്യാമല്ലോ അല്ലേ, കൊല്ലണ്ട. പേടി വേണം. ഇത് ധർമ്മമുള്ള വീട്ടിലെ കുട്ടിയാണ്, ഇവളെ തൊടാൻ പേടിക്കണം. പാഞ്ചാലി എന്ന ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ പേരിൽ ഒരു കുലം മുഴുവൻ മുടിച്ചു കളഞ്ഞു കൃഷ്ണൻ. കൃഷ്ണൻ്റെ പക നോക്കണം. കൃഷ്ണൻ്റെ പകയല്ല, പാഞ്ചാലിയുടെ പകയാണ്. ദ്രൗപദിയെ അപമാനിച്ചതിൻ്റെ പേരിലാണ് യുദ്ധം മുഴുവൻ. ഒരു സീതയെ തട്ടിക്കൊണ്ട പേരിലാണ് 3 ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയെ കൊന്നുകളഞ്ഞത്. ഇപ്പൊ സനാതന ധർമ്മം എന്താ പഠിപ്പിക്കുന്നത്? ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ അത് മൊത്തം കുലവും അപമാനിക്കപ്പെട്ടതുപോലെയാണ്. അവിടെ ആ ചെറുമി സ്ത്രീയാണോ, പുലയ സ്ത്രീയാണോ, പറയ സ്ത്രീയാണോ, നായർ സ്ത്രീയാണോ, നമ്പൂരിയാണോ എന്ന് നോക്കണ്ട. ഹിന്ദു ധർമ്മത്തിലെ ഒരു സ്ത്രീ അപമാനിക്കപ്പെടാതിരിക്കാനുള്ള ശക്തി നമുക്കൊക്കെ വേണം. പാഞ്ചാലി എന്നൊരൊറ്റ ഒരുത്തിക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ഈ യുദ്ധം മുഴുവൻ. സ്വന്തം ഭർത്താവ് അർജുനൻ എന്താ പറഞ്ഞേ? കൃഷ്ണ, ബന്ധുക്കളെ കൊന്നിട്ട് ഇങ്ങനെ സ്വർഗ്ഗമൊന്നും വേണ്ട, രാജ്യവും വേണ്ട, നമുക്ക് വേഗം കാട്ടിൽ പോവാം, സന്യസിക്കാൻ പോവാന്നാ പറഞ്ഞു ഭർത്താവ്. കൃഷ്ണൻ പറഞ്ഞു, നീ എന്തുമാതിരത്തെ ഒരുത്തനാടോ, ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ. നീ ഈ ആണും പെണ്ണും കെട്ട അവസ്ഥ എവിടുന്നാ നിനക്ക് വന്നേ? നൈതത്വയുപപദ്ധ്യത. ഇത് നിനക്ക് ചേർന്നല്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഇങ്ങനെ ശത്രുക്കളോട്, നമ്മുടെ കുലം മുടിക്കാൻ ശ്രമിച്ചവരോട്, നമ്മുടെ പെണ്ണുങ്ങളെ അപമാനിച്ചവരോട് പൊറുക്കുന്നത് ക്ഷുദ്രമാണ്. നിന്നെ അത് കാർന്നു തിന്നുന്ന ക്യാൻസറാണ്, നിന്നെ നശിപ്പിക്കുന്നതാണ് ഈ ഹൃദയ ദൗർബല്യം. ഇത് കളയൂ. ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. എഴുന്നേക്ക് അടിക്കാനാ പറഞ്ഞത്. ആർക്ക് വേണ്ടിയാന്ന് ഓർക്കണം? ഒരു സ്ത്രീക്ക് വേണ്ടി. ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ പേരിലാണ് കൗരവപ്പടയെ മുഴുവൻ കൃഷ്ണൻ ഇല്ലാതാക്കിയത്. ആ ഭഗവാന്റെ പരമ്പരയിൽപ്പെട്ട നമ്മളോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 160 ഹിന്ദു പെൺകുട്ടികളാണ് കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് മതം മാറി കല്യാണം കഴിച്ച് പോയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആസൂത്രിതമായ മതപരിവർത്തനം നടക്കുന്നുണ്ട്. 2 പേരുണ്ട് കേട്ടോ, ക്രിസ്ത്യാനികളുണ്ടെങ്കിലും ഒട്ടും മോശമല്ല. അപ്പോൾ കൊല്ലണമെന്നോ തല്ലണമെന്നല്ല പറഞ്ഞത്. അത്തരം ചതിക്കുഴികൾ കുട്ടികൾ പോയി വീഴാതിരിക്കാൻ മാത്രമുള്ള ധാർമ്മിക വിദ്യാഭ്യാസവും നോ എന്ന് പറയേണ്ടടുത്ത് ശക്തമായത് പറയാനുള്ള മാനസിക ഊർജവും നിങ്ങളുടെ കുട്ടികൾ കൊടുത്തുകൊണ്ട് വേണം വളർത്താൻ. അവരെ വെട്ടാനോ കൊല്ലാനോ അല്ല പറഞ്ഞത്. അതിന് നമ്മുടെ ശാസ്ത്രങ്ങൾ അറിയണം. ആതദായിനം ആയാന്തം ഹന്യാദേവ അവിചാരയൻ. മഹാഭാരത കാലത്തെ നിയമമാണ്. എന്താണ്? നിങ്ങളുടെ കുടുംബത്തോടോ തറവാടിനോടോ കുലത്തിനോടോ ആതദായികൾ. ആരാണ് ആതദായി എന്ന് പറഞ്ഞാൽ? പെണ്ണിനെ അപമാനിക്കുക, വീട് കയ്യേറുക, ഭവനഭേദനം, വീട് കയ്യേറുക ആണല്ലോ പാണ്ഡവരോട് കൗരവർ ചെയ്തത്. അത് പിന്നെ വിഷം കൊടുക്കുക. വിഷം കൊടുക്കുന്ന ഒരു കൊല്ലാൻ ഉള്ള പാപമാണ്. തീ വയ്ക്കുക. തീ വെക്കുക, ബോംബിടുക ഒക്കെ ആവാട്ടോ. തീ വെക്കുക എന്ന് പറഞ്ഞാൽ ബോംബിടും തീ വെക്കൽ തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു കുടുംബത്തെ, ഒരു ഇല്ലത്തെ, അല്ലെങ്കിൽ ഒരു കുലത്തെ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങളോട് ആരെങ്കിലും പെരുമാറിയാൽ അവനെ വെറുതെ വിടരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ കാലത്ത് കൊല്ലാൻ പറയണ്ട. നിങ്ങളെ നാട് കടത്താൻ, അതായത് നിങ്ങളെ അവിടുന്ന് അപമാനിച്ച് നാട് കടത്തുന്നവനെയൊക്കെ വെറുതെ വെക്കരുതെന്നാണ് പറയുക. അപ്പം നമ്മൾ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുലത്തെ മറ്റൊരു കുലത്തെ ആക്രമിക്കണമെന്നോ വെട്ടണമെന്നോ അല്ല പറഞ്ഞത്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പോലും തോന്നാത്ത വിധം ശക്തരായിരിക്കണം നിങ്ങളെന്നാണ് പറഞ്ഞത്.
നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെ അപമാനിക്കാൻ നിങ്ങളുടെ ആണുങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ അത്തരത്തിൽ ശക്തിയുള്ളവരായിരിക്കണം, കുംഭോദരന്മാരാവരുത് എന്നർത്ഥം. കൂടുതൽ വിശദീകരിക്കേണ്ടത്, അന്ന് കാലത്ത് നമുക്ക് ഹിന്ദുക്കൾക്ക് എല്ലാ തറവാട്ടിലും കളരി പഠിച്ചവരുണ്ടായിരുന്നു. 1811 തോന്നുന്നു മൺട്രോ സാഹിബ് വന്ന ശേഷം അയാൾ ആദ്യം നിർത്തലാക്കിയത് ഹിന്ദുക്കളുടെ കളരിയാണ്, ക്രിസ്ത്യാനിയുടെ ബുദ്ധിയാണ്. കാരണം എന്തെങ്കിലും തരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർ സംഘടിച്ചാൽ ഇവർ ജയിക്കുമല്ലോ, അതുകൊണ്ട് കളരികൾ ആദ്യം നിർത്തുകയും ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ചെയ്താണ്. രണ്ടാമത് എന്താ ചെയ്തത്? എവിടെയാണ് ഇവന് ധനം കൂടിക്കൊള്ളുന്നത്? ക്ഷേത്രത്തിലാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണം മുഴുവൻ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിട്ട് സർക്കാർ ഭരിക്കുന്ന വിധത്തിലാക്കി. അതുകൊണ്ട് ഹിന്ദുക്കൾക്കൊരു ഹോസ്പിറ്റൽ പണിയാനോ സ്കൂൾ പണിയാനോ സാധിക്കരുത്. ഹിന്ദു എവിടെ പോകണം പഠിക്കാൻ? ക്രിസ്ത്യാനി ഉണ്ടാക്കി സ്കൂളിൽ പോയി പഠിക്കണം. അവിടെ കുറി വരയ്ക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, നിർബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോലെ നമ്മുടെ കാളിയും കൃഷ്ണനെയും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പലയിടത്തൊക്കെ. അപ്പം നമുക്ക് ധനമില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമി നിയമം മൂലം കൈക്കലാക്കി. അതിനും വളരെ മുമ്പ് മൺട്രോ സാഹിബിൻ്റെ കാലത്ത് ക്ഷേത്രം ഭരിക്കാൻ വേണ്ടി. എന്താ ക്ഷേത്രം ഭരിക്കുന്നത്? പണം ഹിന്ദുക്കൾക്ക് നേരിട്ട് ഗുണത്തിനാവരുത് എന്ന് കരുതിയിട്ട്. അതാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്ഭവം. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയോ ഗുരുവായൂരിലെയോ പണം നമ്മൾ എടുത്താൽ ലോകോത്തര നിലവാരമുള്ള എത്ര സർവകലാശാലകൾ, എത്ര കോളേജുകൾ, എത്ര സ്കൂളുകൾ, എത്ര ആതുരാലയങ്ങൾ, എത്ര അനാഥാശ്രമങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടാക്കൽ പിന്നെ ആരെങ്കിലും മതം മാറുമോ? അപ്പം മതം മാറ്റത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന വിധമാണ് എല്ലാ സർക്കാരുകളും എല്ലാ കാലത്തും പെരുമാറിയിട്ടുള്ളത്. ഹിന്ദുവിനെ എന്നും ദരിദ്രനാക്കി നിലനിർത്തുക. അതിന് ക്ഷേത്രവും നിർത്തലാക്കി, ഹിന്ദുവിൻ്റെ കായിക ശക്തി കുറയ്ക്കാൻ വേണ്ടി അവൻ്റെ കളരികളും നിർത്തലാക്കി. ഈ രണ്ടും പോയോട് ഹിന്ദു വെറും ജന്തുവായി മാറി. അതല്ലേ നമ്മുടെ അനുഭവം അല്ലേ ഇത്? അതുകൊണ്ട് വീട്ടിലെ ആണുങ്ങൾ അർജുനനെ പോലെ ഭീമനെ പോലെ കായിക ബലമുള്ളവരായിരിക്കണം. അത് അയാളുടെ വീട്ടിലെ കുട്ടിയായിട്ട് തൊട്ടാ അടിച്ച് അവൻ പല്ല് തെറിപ്പിക്കുന്നുള്ള ചിന്ത വേണം. ഇത് തമാശയല്ല പറഞ്ഞ്. ഈ ക്ഷാത്രമില്ലെങ്കിൽ ആരും വന്ന് നമ്മുടെ താടിക്കെട്ട് തട്ടും. പാണ്ഡവർക്ക് പറ്റിയ തെറ്റെന്താ? ധനവിനിയോഗത്തെപ്പറ്റി അറിവില്ല. എല്ലാം പണയം വെച്ചിട്ട് ചൂത് കളിക്കുക. അപ്പോൾ ഒരു അഡിക്ഷൻ വീട്ടിലുണ്ടായാൽ, വീട്ടിലൊരുത്തിന് അഡിക്ഷൻ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഗെയിം കളിയാണ്. രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഒരു ഉപയോഗം ലോകത്തിനുമില്ല അവനുമില്ല, വെറുതെ ഇരുന്ന് ഗെയിം കളിക്കുക പുലർകാലം വരെ. എന്താ ഗുണം? ഒരു ഗുണവുമില്ല. ലോകത്തിന് ഒരു ഗുണമില്ലാത്ത കുറേ യൂസ്ലെസ്സുകൾ ഇങ്ങനെയുണ്ട്. അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? കള്ളുകുടി, മദ്യപാനം, കഞ്ചാവ് വലിക്കൽ, ചൂതാട്ടം, ഇതിന് പല രൂപങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേശ്യകളുടെ അടുത്ത് പോവുക. ഇങ്ങനെ ധനം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കുറേ ഓട്ടകൾ ഉണ്ടാവും നമ്മുടെ പൈപ്പിൽ. അതൊക്കെ അടയ്ക്കണം. വീട്ടിൽ വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവരുത്. വേശ്യകളുടെ അടുത്ത് പോകുന്ന പുരുഷന്മാരുണ്ടാവാൻ പാടില്ല. വീട്ടിൽ ധനം വെറുതെ ചൂത് കളിച്ചിട്ടോ ക്യാരം ബോർഡ് കളിച്ചിട്ടോ അല്ലെങ്കിൽ വാതുവെപ്പ് നടത്തിയിട്ടോ നടത്തുന്നവരുണ്ടാവരുത്. ആണുങ്ങൾക്ക് ധനവിനിയോഗത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുണ്ടാവണം. ധനം ചോർന്നു പോകുന്ന ഓട്ടകളൊക്കെ അടയ്ക്കണം, മക്കൾ മുഖാന്തരമാണെങ്കിൽ പോലും. അവർക്ക് ഈ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പണം പോയിക്കൊണ്ടിരിക്കുവാനെ, അതൊക്കെ അടയ്ക്കണം ഒരു നല്ല പുരുഷൻ. എന്നാലും വീട്ടിൽ പൈസ ഉണ്ടാവുള്ളൂ. അങ്ങനെ ധനവിനിയോഗത്തിലും സമർത്ഥനായിരിക്കണം. അതാണ് പാണ്ഡവർക്ക് പറ്റിയത്. അവർക്ക് ധനവിനിയോഗ സാമർഥ്യമില്ല. ഉള്ളപ്പോൾ അതൊക്കെ അവർക്ക് ഈ കളി മതി, കളി രസം പിടിച്ചു. അപ്പം അതിനുവേണ്ടി ഭാര്യയെ വരെ പണയം വെച്ചവൻ എന്താ പറയേണ്ടത്? ശ്രീകൃഷ്ണൻ ഒരാളില്ലെങ്കിൽ ആ പാഞ്ചാലിയുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് കൃഷ്ണ എന്ന ശബ്ദത്തിന് ഭഗവാൻ കൃഷ്ണൻ എന്നും, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ദ്രൗപദി എന്നർത്ഥം. ഇത്രയും കെട്ടിയവന്മാർ തടിമാടന്മാരുണ്ടായിട്ട് അവരൊന്നും പേരിലല്ല, ഭഗവാൻ കൃഷ്ണൻ്റെ പത്നിയാണ് അവൾ മനസ്സുകൊണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾ വൈദികമായ മൂല്യങ്ങളെ ജീവിച്ച് കാണിക്കണം. കായിക ബലം വേണം. മക്കളെ കരാത്തയ്ക്കോ കളരിക്കൊക്കെ വിടണം. വീട്ടിൽ പൂട്ടി വെച്ച് വളർത്തരുത്. പെൺമക്കളെയും വിടണം, കായിക ആയിട്ടുള്ള ഇതിനൊക്കെ വിടണം. ധനം നന്നായി സമ്പാദിക്കണം, ശ്രീയാദേയം. നന്നായി സമ്പാദിച്ചിൽ നിന്ന് ധർമ്മകാര്യങ്ങൾക്ക് ഒട്ടും മടിയില്ലാതെ ദാനം ചെയ്യണം. ദാനം ചെയ്തതിൽ പേരെഴുതി വെക്കുന്ന അല്പത്തരം കാണിക്കുകയും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തു എന്നുള്ള ബോധം പോകണം. ശ്രീയാദേയം, ഹൃയാദേയം, ശ്രദ്ധയാദേയം. ശ്രദ്ധയോടുകൂടി കൊടുക്കണം എന്നാണ്. എന്ത് കൊടുത്താലും ഭഗവാന് കൊടുക്കുന്ന അതേ മനോഭാവം വേണം. വീട്ടിലൊരു പിച്ചക്കാരൻ വന്നാലും എറിഞ്ഞു കൊടുക്കരുത്. അവനും ഭഗവാന്റെ രൂപം തന്നെയാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ സ്വപാകേശ പണ്ഡിതാ സമദർശിന എന്നാണ്. വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണനിലും ആനയിലും
പശുവിലും നായയിലും നായയെ ചുട്ടുതിന്നുന്ന ചണ്ടാളനിലും ജാതിഭേദം ഏതുമില്ലാതെ തന്നെ ദർശിച്ച് ബഹുമാനിക്കുന്നവൻ ആര്? അവനാണ് പണ്ഡിതൻ എന്ന് ഭഗവത്ഗീത പറയുന്നു. ജാതിഭേദമില്ല എന്നതിന് ഇറ്റ വാക്ക് എടുത്താൽ മതി. എല്ലാ ജാതി മാത്രമല്ല, വർഗഭേദമില്ല, മനുഷ്യവർഗത്തിൽ പെട്ടൊന്നുമില്ല. എല്ലാ ജീവജാലങ്ങളും ആനയും നായയും ഒക്കെ ഈ പരമാത്മാവിൻ്റെ അംശം തന്നെയാണെന്ന് കണ്ടു വേണം മൈത്രിയോടുകൂടി ജീവിക്കണം ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്. മനുഷ്യനെ തിന്നുന്ന രീതിയിലേക്ക് ദുരമൂത്ത് ആർത്തിമൂത്ത് പോവുകയാണ്. വഴിയോരങ്ങളിൽ മാംസം ചെത്തി പല പേരിട്ട് ഷവർമ്മ, കുഴിമന്തി, എന്തൊക്കെയുണ്ട്, അൽഫാം, കുൽഫാം, പല സാധനമുണ്ട്. ഇതൊക്കെ തിന്നിട്ട് മതി വരാതെ എന്തൊക്കെ ജീവികളെ കൊല്ലാമെന്ന റിസർച്ചിലാണ്. ഉടനെ തന്നെ അമ്മയും അച്ഛനെയൊക്കെ കൊന്ന് തലവെട്ടി തിന്നുമായിരിക്കും. ആ രീതിയിലേക്ക് ക്രൗര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രൗര്യം ഒന്ന് കുറയ്ക്കാനും കാതുകൾക്ക് ആനന്ദമേകുന്നവയും ഹൃദയത്തിന് സന്തോഷമേകുന്നവയുമായ ഭാഗവത തത്വങ്ങളെ കേൾക്കാനും വേണ്ടി അവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം ആ പുരാതന കാലത്തിൻ്റെ നന്മകളെ ഒന്നുകൂടി വിചിന്തനം ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു ഉരകല്ലായിട്ട് ഉപയോഗിക്കണം ജ്ഞാനയജ്ഞങ്ങളെ. ഇപ്പോൾ വൈദിക കാലത്തെ പോലെ അമ്മയെ, അച്ഛനെ, ആചാര്യനെ, അതിഥിയൊക്കെ ദേവതുല്യം കണ്ടു വണങ്ങണം. ആ രീതിയിലേക്ക് കുടുംബജീവിതം മാറണം. എന്നാൽ അമിത വിനയം വേണ്ട. ശത്രുവാണെന്ന് കണക്കാക്കണം. നമ്മുടെ ഭൂമി തട്ടിയെടുത്തവൻ, അത് ഭൂപരിഷ്കരണത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും ഭൂമി തട്ടിയെടുത്തവൻ, നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നവൻ, നമ്മളെ വിഷം കൊടുത്ത് കൊല്ലാൻ വരുന്നവൻ, നമ്മളെ അപമാനിക്കാൻ വരുന്നവൻ, ഇവനെല്ലാം ശത്രുവായി തന്നെ കണക്കാക്കണം. ഇന്നത്തെ കാലത്ത് കൊല വിളിക്കൊന്നും പോകണ്ട. പക്ഷേ നമ്മളുടെ കുടുംബത്തിലേക്ക് അത് കടക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ എടുത്തുകൊള്ളണം. അതിന് പുരുഷന്മാർക്ക് കായിക ബലവും നിയമവിജ്ഞാനവും ധനകാര്യത്തിലുള്ള ബുദ്ധി ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളും ചെയ്യണം. ഇങ്ങനെ വൈദികമായൊരു ജീവിതം ഇന്നും സാധ്യമാണ്. അന്നത്തെ പോലെ അല്ലെങ്കിലും പുതിയ രൂപത്തിൽ സാധ്യമാണ്. അതെങ്ങനെ സാധ്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭഗവത്ഗീത പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണം. 700 ശ്ലോകങ്ങളേ ഉള്ളൂ. 2 വർഷത്തിനുള്ളിൽ പഠിച്ചു തീർക്കാം. ഒരു ദിവസം ഒരു ശ്ലോകം. 701 പറഞ്ഞാൽ 13-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. അത് മിക്ക ഒറിജിനൽ ടെക്സ്റ്റിനും കാണുന്നില്ല. അർജുനൻ ചോദിച്ചൊരു ചോദ്യം. അതില്ലെങ്കിൽ 701 വേണ്ട, 700 അർജുനൻ 13-ാം അധ്യായത്തിൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലെങ്കിലും ഗീത പൂർണ്ണം തന്നെയാണ്. ആ ചോദ്യം ഒഴിവാക്കിയിട്ടാണെങ്കിൽ 700 ശ്ലോകം അല്ലെങ്കിൽ 701. എന്തായാലും 2 കൊല്ലം വേണ്ട പഠിക്കാൻ. ഒരു ദിവസം ഒരു ശ്ലോകം അർത്ഥസഹിതം പഠിച്ചാൽ, അയ്യോ ഞാൻ ചെറുമനാണേ, അല്ലെ ഞാൻ പറയനാണേ, ഞാൻ നമ്പൂരിയാണേ, ജാതി ചിന്തിക്കേണ്ട. നിങ്ങൾ പഠിക്കാൻ എന്താ കുഴപ്പം? ഈ ഗീതയ്ക്ക് എഡ്വിൻ ആർണോൾഡ് വരെ, ഇംഗ്ലീഷുകാരൻ വരെ ഭാഷ എഴുതി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെറുമൻ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതി പറഞ്ഞ് തമ്മിൽ തല്ലരുത്. ജാതി പറഞ്ഞിട്ട് പഠിക്കാതിരിക്കരുത്. പഠിക്കണം, അറിവുണ്ടാവണം സ്വന്തം സംസ്കാരത്തെപ്പറ്റി. ഗീത എന്തുകൊണ്ട് ഗീത പഠിക്കാൻ പറഞ്ഞു? സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതമാണിതെന്ന് ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു. ഈ വേദങ്ങളുടെ മുഴുവൻ ആറ്റിക്കുറുക്കിയ സത്താണ് ഗീത. ഗീത പഠിക്കാതെ പോയാൽ വലിയ നഷ്ടമാണ്. അപ്പോൾ വേദത്തിൽ എന്തു പറഞ്ഞു എന്ന് അറിയണമെങ്കിൽ, അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഗീത ഒരു ശ്ലോകം ഒരു ദിവസം പഠിച്ചാൽ മതി. 2 കൊല്ലം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഗീത മുഴുവൻ പഠിച്ചിരിക്കും. അപ്പം നല്ല രീതിയിൽ ശങ്കരാചാര്യരുടെ ഭാഷ്യത്തോടു കൂടിയ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കാൻ ശ്രമിക്കണം. അത് തെറ്റാത്ത ഭാഷ്യമാണ്. എന്തായാലും ഈ കൈപ്പുഴയിലെ ധർമ്മശാസ്താവ് എനിക്ക് അനുവദിച്ച സമയം കഴിയുകയാണ്. 8:45. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടതിൽ എന്ത് മനസ്സിലാക്കിയെന്ന് സ്വയം വിചിന്തനം ചെയ്യണം. കേട്ട് കളയരുത്, കേട്ട് ഉൾക്കൊണ്ട് ജീവിക്കണം. മക്കളെ ധാർമ്മിക തത്വങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അന്യമതങ്ങളിലേക്ക് മാറുന്നത് തടയണം. മതം മാറ്റം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിപ്പിച്ചു കൊണ്ടുവന്ന പരിപാടിയാണ്. മതം മാറ്റത്തിൽ വീടരുത്. സനാതന ധർമ്മത്തോളം മഹത്വമുള്ള ഒരു ധർമ്മവും ലോകത്ത് എവിടെയുമില്ല. സകല ജീവരാശികളെയും പ്രേമിക്കുവാനും സകല ജീവരാശികളോടും മൈത്രിയോടും കരുണയോടും വർത്തിക്കാനും പറയുന്ന ഒരു ധർമ്മം ലോകത്ത് വേറെ എവിടെയുമില്ല. അതുകൊണ്ട് ഗീത പഠിക്കുക, അതിൻ്റെ പ്രചാരകരായി സ്വയം തീരുക. ഗീത വേദാർത്ഥമാണ്, വേദത്തിൻ്റെ സാരമാണ്. എന്തായാലും ഇവിടെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ പഠിച്ചാൽ പോരാ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മരണം എന്ന പ്രഹേളികയ്ക്കുള്ള ഉത്തരം, അല്ലെങ്കിൽ മരണം എന്ന എന്തായാലും വരും, പക്ഷെ എപ്പോൾ വരും എന്നറിയാത്തതാണല്ലോ അതിൻ്റെ പ്രശ്നം. മരണത്തിന് എന്താ പേടി കൂടാൻ കാരണം? എന്തായാലും വരുന്ന എല്ലാവർക്കും അറിയാം, എപ്പോൾ വരുന്ന അറിയില്ല, അതാണ് പേടി. അപ്പം അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടെ നാമം ജപിച്ചാൽ, പ്രേമത്തോടെ നാമം ജപിച്ചാൽ, എപ്പോൾ മരണം വന്നാലും നാം ഈശ്വര സ്മരണയോട് കൂടി മാത്രമേ ശരീരം വിടുകയുള്ളൂ. ഈശ്വര സ്മരണയോടുകൂടി ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ആനന്ദത്തോടു കൂടിയായിരിക്കും. ഇനി ജന്മമില്ലെങ്കിൽ ഭഗവാനിൽ ചേരുകയും ചെയ്യും. അതുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ നിൽക്കരുത്. സദാ ഈശ്വര സ്മരണ ഉണ്ടായിരിക്കണം. ഏത് കർമ്മവും ഞാൻ ചെയ്യുന്നതല്ല, ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഏത് കർമ്മവും ഞാൻ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ചെയ്യുന്നത്. ഒന്നും എൻ്റേതല്ല, എല്ലാം ഭഗവാന്റേതാണെന്ന ബോധം, എല്ലാം ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്നതാണെന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ
നല്ലത് മാത്രമേ വരൂ എന്ന് മാത്രം പറയട്ടെ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിനഃ ജയ്. അരുണാചല ശിവ, അരുണാചല ശിവ.